ഹരി ഓം. ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എന്തെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടോ അതെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ? ഉള്ളിൽ നിന്നും അറിയിക്കുന്നതിനെ പോലും നമ്മൾ അറിയുന്നില്ല എന്നതാണ് സത്യം. എന്തിന്? നമ്മളിൽ അറിയുന്നതിനെ പോലും നമ്മൾ അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാകാം അതിനുള്ള കാരണം ഇതാണ്. അറിവും അറിയപ്പെടുന്നവനും രണ്ടായി വേർപിരിഞ്ഞിരിക്കുന്നിടത്തോളം കാലം അറിയുന്നതൊന്നും പൂർണ്ണമാകാൻ ഒരു സാധ്യതയുമില്ല. അവധൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ഒരു ചിന്താവിഷയത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്റർ ബാലരാമപുരത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തിത്വം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മഹനീയ വ്യക്തിത്വം തന്നെയാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സാധകരെല്ലാവരും പല രീതിയിലാണ് അവരുടെ സാധന പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് വരുന്നത്. അവരുടേതായിട്ടുള്ള മാർഗങ്ങളാണ് ഓരോരുത്തരും കണ്ടുവയ്ക്കുന്നത്. അവരവരുടെ വഴിയാണ് ആ ലക്ഷ്യത്തിലെ തിരിച്ചറിയാൻ വേണ്ടി യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വ്യക്തിത്വത്തിൻ്റെ ഒരു മഹത്തായിട്ടുള്ള ഒരു വിശേഷണം എന്ന് പറയുന്നത് അദ്ദേഹം കലാകാരനായിട്ടുള്ള ഒരു സാധകനാണ് എന്നുള്ളതാണ്. എടുത്തു പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ തന്നെ. അതിൻ്റെ ആ സാധനാ സമ്പ്രദായം, അദ്ദേഹം ഫോളോ ചെയ്യുന്ന ആ വഴി എന്താണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ പേര് കോമളൻജി എന്നാണ്. അദ്ദേഹം കാവാലൻ നാരായണ പണിക്കർ സാറിൻ്റെ ശിഷ്യനാണ്. നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ജി, അങ്ങയുടെ ബാല്യവും അങ്ങ് എങ്ങനെയാണ് ഈ കലാജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നറിയാൻ താല്പര്യമുണ്ട്, എന്ന് പറയാം. തീർച്ചയായിട്ടും. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രതിമ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ശില്പം ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ മാക്സിമം ഞാനടക്കം 6 സഹോദരങ്ങളാണ്. 2 സഹോദരിയും മറ്റ് 4 ആണുങ്ങളുമാണ്. അതിൽ രണ്ടാമത്താണ് ഞാൻ. പക്ഷേ ഈ 4 പേർക്ക്, എന്നിൽ വിട്ട് 4 പേർക്കും കലാപരമായിട്ട് ഒന്ന് പാട്ട് മൂളാൻ പോലും ഉള്ള ഒരനുഭവങ്ങൾ അവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് പറയാൻ സാധിച്ചത്. കാരണം ഇന്നും അത് തന്നെയാണ്. അവർ വേറെ രീതിയിലാണ്. പക്ഷേ ഞാൻ എന്തോ ഇങ്ങനെ ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞു, ഞാൻ ഒന്ന് തലതിരിഞ്ഞ് പോയല്ലോ എന്ന്. അപ്പോൾ ചോദിച്ചു, എന്താ അത്? അല്ല, എനിക്ക് അത് വളരെ വ്യത്യസ്തമായി പോകേണ്ട കാര്യമൊന്നും എനിക്കറിയില്ല. അതിലൊരു വേറെ ബേസിക് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അല്ല ഇതെങ്ങനെ കിട്ടി? അപ്പോൾ ഈ പ്രതിമ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ കുടുംബം ഇവിടുന്ന് ആനേറയാണ്. അപ്പോൾ ആനേറയാകുമ്പോൾ ഞാനന്ന് മെക്കാനിസം പഠിക്കാൻ വേണ്ടി അച്ഛൻ്റെ ആഗ്രഹമാണ്. അച്ഛൻ്റെ ഒരു ശേഷാറൻ ഇവിടെ സ്റ്റാച്യൂവിൽ ഒരു വലിയൊരു കമ്പനി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു നല്ലൊരു മെക്കാനിക്കിനെ വേണം. പക്ഷേ ആക്ച്വലി ഞാൻ മെക്കാനിസം പഠിച്ചിട്ടില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് നീ ഒന്ന് പോയി പഠിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ മെക്കാനിസിൻ്റെ ഒരു ലാഞ്ചനയില്ലാത്ത തന്നെയാണ് പറഞ്ഞു വിടുന്നത്. എന്തായാലും അന്നത്തെ അവസ്ഥ കൊണ്ട് ഞാനതങ്ങ് പോകാൻ തയ്യാറായി. അങ്ങനെ മെക്കാനിസം പഠിക്കുമ്പം പോകുന്നതിന് മുമ്പായിട്ട് അമ്മൂമ്മയുടെ, എൻ്റെ അമ്മൂമ്മയുടെ നമുക്ക് പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സഡൻ തോന്നുകയാണ്, എനിക്ക് പ്രതിമ ഉണ്ടാക്കി പഠിക്കണം, പ്രതിമ ചെയ്യണം. ഈ മെക്കാനിക്കൽ സൈഡിൽ പോകുമ്പോഴുള്ള സംഭവം. അങ്ങനെ ആരുണ്ടെന്ന് നോക്കി നടക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്നടുത്ത് ഒരാളുടെ കുമാരപുരത്തൊരു ശില്പിയാണ്, അവിടെ പോയി പഠിക്കുക, കാശൊന്നും കൊടുക്കേണ്ടതില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറയുന്നു. ശരി, വളരെ സന്തോഷമായി. ഞാൻ നടക്കുന്നതിന് എത്രയോ കിലോമീറ്ററാണ്. എനിക്കന്ന് ചെരുപ്പൊന്നോ സാധനമൊന്നോ അതിനെപ്പറ്റിയുള്ള ഒരു ഭ്രമവുമില്ല. എനിക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. ഈവൻ ഡ്രസ്സ് പോലും ഒരു നല്ല ഡ്രസ്സിലാണ് അവിടെ പോകണമെന്ന് പോലും അങ്ങനെ ഒരു മൈൻഡൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ഒരു ഫാഷൻ അല്ല. എങ്കിലും വയലുവാരം നടക്കുകയാണ്. വയലുവാരം നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ഒരു മുനി പോകുന്ന അവസ്ഥയിലാണ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പോകണം, ആളെ തേടി പോവാം. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായൊരു അത്ഭുതകരമായും അനുഭവകരമായും പ്രയാസവും ഉണ്ടാക്കിയ ഒരവസ്ഥ എനിക്കങ്ങനെ ഉണ്ടായി. പക്ഷേ ഞാൻ അങ്ങനെ വളരെ ആർത്തിയോടെ, വിശന്ന് നിൽക്കുന്നവൻ്റെ ആർത്തി
ആഹാരം കിട്ടാനുള്ള ആർത്തി എന്ന് പറഞ്ഞ പോലെ ഈ ശില്പം എനിക്ക് പഠിക്കണം എന്നുള്ള ആർത്തിയാണ്. അങ്ങനെ ഈ പുള്ളിയെ കണ്ടുപിടിച്ചപ്പോൾ പുള്ളി അങ്ങനെ മുടിയൊക്കെ വളർത്തി അങ്ങനെ നിൽക്കുക. എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞു വിട്ടാണ് ഇത് ശില്പം പഠിക്കണം. എന്നൊരു ഹാസ്യഭാവത്തിൽ ശില്പം പഠിക്കാനോ? എന്നെ കണ്ടാൽ പിന്നെ അങ്ങനെ തോന്നുള്ളൂ പുള്ളിക്ക്. അതുകൊണ്ട് ആ ഒരു അവസ്ഥ, കുഞ്ഞല്ലേ, വേഷവും അങ്ങനെയൊക്കെയാണല്ലോ, അധികം വലിയ ആഡംബരമൊന്നുമില്ലല്ലോ. ചെരുപ്പൊക്കെ ഇടാതെ ചെളി വയലിലെ കൂടെ വരുന്നത്, കാലിലൊക്കെ ചെളിയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയം അദ്ദേഹം അത്ര താല്പര്യപ്പെട്ടില്ല. അത് ഞാൻ അറിയിക്കാം, ആ പുള്ളിയെ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. വീണ്ടും വരുന്നു, ഇതിനായിരിക്കണം പൊക്കോളെന്ന് പറഞ്ഞു. നാളെ രാവിലെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വരും. അപ്പോൾ അന്ന് ഫോണൊന്നുമില്ലല്ലോ. എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വെളുപ്പിന് വരിക. വെളുപ്പിന് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ ഒരു പ്രതിമ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം, താല്പര്യമുണ്ടെങ്കിൽ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമ്മുമ്മ അറിയുന്നില്ല, എൻ്റെ അമ്മുമ്മയൊന്നും മാമനൊന്നും അറിയുന്നില്ല. ഞാനെങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആര് പറഞ്ഞു വിടുന്നു ആര് തള്ളിവിടുന്നു എനിക്കറിയില്ല. എന്തായാലും എനിക്കൊരു പുഷ് ബാക്കിലുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോവാം. എന്തായാലും 3ാമത്തെ ദിവസം ചെന്നപ്പം ഇദ്ദേഹം ഒരു മുറിക്കകത്തിരുന്ന് ശില്പം ചെയ്യുകയാണ്, അയ്യപ്പൻ്റെ പ്രതിമ ചെയ്യുകയാണ്. ഈ അയ്യപ്പൻ്റെ പ്രതിമ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ മുഖമൊക്കെ അങ്ങോട്ട് തിരിച്ചായിരിക്കുന്നത്, ബാക്ക് സൈഡ് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ചെന്ന ഉടനെ പുള്ളി വാതിൽ ക്ലോസ് ചെയ്തു. എൻ്റെ ഒരു അനുഭവമാണ്. ക്ലോസ് ചെയ്തു. എന്താ? ഞാൻ എത്ര നേരം ഇവിടെ നോക്കിയിരിക്കുകയായിരുന്നു, എനിക്ക് പുറത്തു പോകണം. ക്ലോസ് ചെയ്ത് പോയി. പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം പറയാതെ തന്നെ ഞാൻ ചെന്നു. അപ്പോഴും ഇദ്ദേഹം വർക്കിലിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മർമ്മമായ ഭാഗങ്ങളൊക്കെ ഇയാൾ ഏകദേശം ഇദ്ദേഹം ചെയ്തു കഴിഞ്ഞു. എനിക്ക് അപ്പോഴും ചെന്നപ്പോൾ ക്ലോസ് ചെയ്ത് പുറത്തിറങ്ങി. എനിക്ക് തോന്നി ഇനി വേണ്ട, ഇനി ഞാൻ പോകുന്നില്ല എന്ന് കരുതി ഞാൻ വീട്ടിൽ പോയി. പക്ഷേ ഇത് വർഷങ്ങൾ, ഈ ഒരു ആഗ്രഹം ഉള്ളിൽ കിടക്കുകയാണല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിന് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞതുപോലെ ഞാൻ പാമാങ്കോട് പോയി കളിമണ്ണ് സൈക്കിളിലെടുക്കും. അതായത് ചുള്ളയ്ക്ക് വേണ്ടി മണ്ണെടുക്കുമല്ലോ, അവിടെ നിന്ന് തന്നെ സ്പെഷ്യൽ മണ്ണ്, നീല കളറാണ് ഈ കളിമണ്ണ്. ഇതൊരു മുങ്ങ എടുക്കുന്നത്, ഒരു ഭാഗത്ത് നിധി പോലെയാണ് ഇരിക്കുന്ന കളിമണ്ണ്. ചുള്ളയ്ക്കെടുക്കുന്ന ചെളി വേറെ, ഈ കളിമണ്ണ് വേറെയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കാശ് കൊടുക്കണം. അന്ന് ഈ കാശെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നല്ല 10 രൂപയൊക്കെ ഞാൻ അങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് കൊടുക്കും. പക്ഷേ അവരെടുത്ത് തരും. ഞാൻ പാമാങ്കോട് നിന്ന് സൈക്കിളിൽ ഈ ചെളി ബാക്കിൽ ചവിട്ടി വച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളത്തിൻ്റെ കുളങ്ങളുണ്ടാവുമല്ലോ, നമ്മുടെ പറമ്പുക്കുളം എന്നുള്ള എൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്തൊരു കുളം ഇവിടെ തന്നെ, അവിടെ കൊണ്ടുവന്ന് മടലി വെട്ടി അടിക്കും. എനിക്ക് നാട്ടുകാർ വിളിച്ചിരുന്ന പേര് വേളാനെ എന്നാണ്. ആ പേര് ഞാൻ സമ്പാദിച്ചു. പക്ഷേ സന്തോഷമായിരുന്നു, കാരണം അങ്ങനൊരു പേര് കിട്ടിയല്ലോ. പക്ഷേ അതിൻ്റെ പേരിൻ്റെ മഹത്വം പോലും എനിക്കതറിയില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ ചെളി ഞാൻ അടിച്ച് പോയി ഒട്ട സൗണ്ടാണ്. അപ്പോൾ ഈ ആൾക്കാർ കുളിക്കാൻ വരുമ്പം എന്നെ വഴക്ക് പറയാറുണ്ട്, ഈ ചെളിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുമല്ലോ. എന്നാലും ഞാൻ വിടാറില്ല, ഇതിനെ ചവിട്ടി. അപ്പോൾ അമ്മയ്ക്കൊക്കെ വളരെ സന്തോഷമായിട്ട്, അമ്മ ഒരു പ്രത്യേക ഒരു രീതിയിൽ ആധ്യാത്മികം, എൻ്റെ അച്ഛനില്ല എന്നല്ല പറഞ്ഞത്, അച്ഛനെ പറ്റി അധികം ശ്രദ്ധിക്കാറില്ല. അച്ഛൻ ഫുഡ് കോർപ്പറേഷനിലായിരുന്നു ജോലി. അപ്പോൾ അങ്ങനെ ഞാനിതിനെ ഉണ്ടാക്കിയെടുത്തിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ, ചിലപ്പം ഫ്ലവർ വേസ് ആയിരിക്കും, ചിലപ്പം പെൻ ഹോൾഡർ ഫിഷ് ഇങ്ങനെ കുത്തി നിൽക്കുന്നതായിരിക്കും, എല്ലാം എൻ്റെ ഐഡിയ തോന്നുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ കഥകളിയുടെ ഫിഗർ. ശരിക്കും പറഞ്ഞിട്ട് വേറൊന്നും കാര്യമില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം വിൽക്കാൻ തോന്നി. എൻ്റെ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി ആൾക്കാർ. ഇത് പലയിടത്തും ഇപ്പോഴും പേയടക്കം ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ. ഈ കാർത്തിക തിയേറ്ററിൽ ഇപ്പോഴും അലമാരയിൽ ഞാൻ ഉണ്ടാക്കിയൊരു ഫിഷ് അവിടെ ഇരിപ്പുണ്ട്. ഒരു ഗോപാലകൃഷ്ണൻ സാർ അവിടുത്തെ മാനേജറായിരുന്നു. അപ്പോൾ എനിക്ക് കോട്ടയ്ക്കകത്തൊരു സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഈ കിട്ടുന്ന സാഹചര്യം മാനേജർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യുന്നത്. ഞാൻ ഒരു കലാകാരൻ പറഞ്ഞപ്പോൾ അത് എന്ത്, പക്ഷേ ഒഫീഷ്യലായിട്ട് ദോഷം ചെയ്യരുത്. ഇല്ല സാറെന്ന് പറഞ്ഞു. അവർ ഉച്ചയ്ക്ക് മറ്റവരൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഇരുന്ന് ഇത് ചെയ്യലായിരുന്നു. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവായിരുന്നു. എന്താ ഇത്? അപ്പം മറ്റേ എക്സ്മെൽറ്റി ആയിരുന്നു എൻ്റെ അടുത്ത മാനേജർ. മരിച്ചു. കോമളം ഭയങ്കര ഒരു കലാകാരനാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പുള്ളി. ഈ സാധനം ആഗ്രഹം അപ്പം തന്നെ വില തന്നു. 30 രൂപ അന്ന്, എപ്പോഴാണ് 89 തന്ന് ഇദ്ദേഹം അങ്ങ് വിലയ്ക്ക് എടുക്കുകയാണ്. ഞാനത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പ്രോത്സാഹനമായി. ശേഷം നടക്കുന്ന സംഭവമാണ് ഈ പ്രതിമ ചെയ്യലും ഈ അത്തപ്പൂക്കൾ ഉണ്ടാക്കലും എല്ലാം എന്നിൽ നിന്ന് പോകണം. അപ്പോൾ എൻ്റെ മാമിയുടെ ഒരു മകനുണ്ട് ഇതിനകത്ത്, വിജയൻ, മുട്ടംകൂട് വിജയൻ എന്ന് പറഞ്ഞ ശില്പിയാണ്. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു താമരയിലാണ് ആദ്യത്തെ അത്തപ്പൂക്കളം എന്ന് പറഞ്ഞാൽ ഒരു താമര, 1 ഏക്കർ തറയ്ക്കകത്തുള്ള ഒരു താമരയാണ് അത്തപ്പൂക്കളം ഉണ്ടാകും, വലിയൊരു താമര. ഈ താമരയാണ് ആദ്യത്തെ എൻ്റെ ശില്പം എന്ന് പറഞ്ഞാൽ അത്തപ്പൂക്കളത്തിന് എൻ്റെ നാട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ശേഷമേ മറ്റു ആൾക്കാർ എന്നിട്ട് മുതിർന്നുള്ളൂ. പക്ഷേ എന്തായാലും ഈ പയ്യൻ കണ്ടുകൊണ്ട് നിന്ന് അണ്ണാന്ന് വിളിച്ചുള്ളൂ. പക്ഷേ അവൻ ഒരു ശില്പിയായി മാറി. പക്ഷേ ഇന്ന് അവതാളത്തിലാണ്, പറയാൻ പാടില്ല ഓപ്പണായിട്ട്. പുള്ളി ഈ അവസ്ഥയിലൊക്കെ പോയി വളരെ നല്ലൊരു പേര് കേട്ടൊരു മനുഷ്യൻ. വലിയ ഈ അത്തപ്പൂക്കളത്തിന് മണക്കാടൊക്കെ വലിയ വലിയ ശില്പങ്ങളാണ് പുള്ളി ചെയ്ത് പേരെടുത്തത്. പക്ഷെ ഇപ്പോൾ പോയി,
എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനുശേഷം ഞാൻ ഒരുപാട് പ്രതിമ ചെയ്തു. ഇപ്പോൾ കാവാല സാറിൻ്റെ പ്രതിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതിനകത്ത് ഉണ്ട്, സിമെൻറ്റിലാണ്. അന്ന് കളിമണ്ണ് ചെയ്തു. അപ്പോൾ ഈ സംഭവം എനിക്ക് അയ്യപ്പൻ്റെ ഒരു പ്രതിമ അവിടുത്തെ ലുക്ക് കിടക്കല്ലേ. ഞാൻ ശബരിമലയിൽ, അതെൻ്റെ മകൾക്ക് 1 വയസ്സ്, എനിക്ക് ശബരിമലയിൽ പോകണം. ഈ ശബരിമലയിൽ പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടി തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, കാട് വെട്ടി തെളിച്ചാൽ നിങ്ങൾ ശബരിമലയ്ക്ക് പോയിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ അച്ഛൻ്റെ പറഞ്ഞ, അച്ഛൻ ഇപ്പോഴങ്ങനെ വലിയ കാടൊന്നുമില്ലല്ലോ, എന്നാലും എനിക്ക് അങ്ങനെ റിസ്ക് എടുത്ത് പോകണമെന്ന് ആഗ്രഹം. സ്വന്തമായിട്ട് 41 ദിവസം വ്രതം എടുത്ത് ഈ പ്രതിമ അതിനകത്ത് കിടപ്പുണ്ട്. അയ്യപ്പൻ്റെ പ്രതിമ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് ഏകദേശം ഇത്ര പൊക്കം വരും. രാത്രി ഇരുന്ന് ചെയ്താണ് ആ പ്രതിമ വെച്ച് 41 ദിവസം പൂജ കഴിഞ്ഞ് പഴവങ്ങാടി ഗണപതി കുരിച്ച് നടന്നു പോവുകയാണ് സന്നിധാനത്ത്. നടന്നുപോയി. കാലൊക്കെ പൊട്ടി ഒരുപാട് ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം അത് വേറെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യമല്ല. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശേഷം കിട്ടിയതാണ് ഈ നമ്മുടെ ഈ ട്യൂട്ടോറിയൽ ഉണ്ടാക്കുന്ന പ്രതിമകൾ, പിന്നെ ഗ്ലോബ്, വെള്ളരിപ്രാവ് പറക്കുന്ന ഗ്ലോബ്, അങ്ങനെ ഒരുപാട്. പിന്നെ ഇതിലും എടുത്തു പറയേണ്ട വേറെ സംഭവം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഒരു മാമൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 1-2 ഭ്രാന്തന്മാരെ കൊണ്ടിട്ടിരുന്നു. അവിടെ ഒരു പൂജ, അവിടുത്തെ ഏടന്മാരെ പൂജിക്കുന്നൊരു ക്ഷേത്രം അതിനകത്തുള്ളൂ. ഇപ്പോഴത്തെ പോലീസ് ഫോർട്ടല്ല, മുമ്പുള്ളത്. അപ്പോൾ അവിടെ ഈ പ്രാന്തനെന്തോ പ്രശ്നമായി. ഇവൻ ഈ ഷൂവിലെടുത്ത് അവിടെ ഇരുന്ന് അവിടെ പൂജിക്കുന്നൊരു വിഷ്ണുവിൻ്റെ പ്രതിമയുണ്ട്, കല്ലാണ്. ഈ പ്രതിമയുടെ കാലിനടിച്ച് പൊട്ടിച്ചു. അവർക്ക് പൂജിക്കാൻ പറ്റാതായി. അപ്പോൾ എന്നെ വിളിച്ചറിയിച്ചു, ഡേ നിനക്ക് പ്രതിമയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. ഞാൻ ശരി എന്താ അത് എൻ്റെ സ്റ്റേഷനിൽ. ഞാൻ സ്റ്റേഷനില്ല, ഞാൻ പേടിച്ചു. ഞാൻ സ്റ്റേഷനിൽ പ്രതിമയാണ് മാവാ, നീ അവിടെ വന്നാൽ മതി. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരില്ല അവിടെ എന്ന് പറഞ്ഞ് ആദ്യം ഒരുപാട്. പിന്നെ ഇദ്ദേഹം വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷം കാണിച്ചു തന്നു. എനിക്ക് ഉള്ളിൽ ഗിടുകിടുപ്പുണ്ട്. അവിടെ ഇതിനിടയ്ക്ക് അടി നടക്കുക, അവരുടെ അടുത്ത് ആൾക്കാരെ അടിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്നു. പ്രതിമ ഇതാണ്, എൻ്റെ കാല് വെച്ച് ഒടിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണം, നിൻ്റെ കൂടെ ഞാനും വേറെ 2 പേരും ഉണ്ടാവും, നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എൻ്റെ കുട്ടിയല്ലേ, നീ പ്രതിമ ചെയ്യാൻ മതി. പക്ഷേ ആദ്യത്തെ ഒരു സംരംഭം കരിങ്കല്ലിൽ ഡാമേജ് ഉണ്ടാക്കുന്നത് വരുത്തി കാല് ഞാൻ സ്വന്തമായിട്ട് ഒരാഴ്ച കൊണ്ട് ആ പ്രതിമയുടെ ഫുൾ രൂപം പെർഫെക്റ്റായി കൊടുത്തു. അപ്പോൾ അതൊരു ജീവിതത്തിൽ വന്ന് തീർന്നില്ല. കൈരളി ഹാൻഡിക്രാഫ്റ്റ്സിൽ എനിക്ക് ക്ഷണമുണ്ടായി. ഈ ചന്ദനത്തടിയിലുള്ള സംഭവങ്ങളിൽ ഇങ്ങനെ സ്ക്രാച്ചസ് വീഴും, കംപ്ലീറ്റ് ഫോറിനേഴ്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ എന്നെ അറിയാമെന്നുള്ള ആൾ വിളിച്ച്, നിനക്കിങ്ങനെ വർക്കുണ്ടല്ലോ വിളിച്ചാൽ. ഞാൻ പറഞ്ഞു, എന്താ ചെയ്യാം, വുഡാണ്, റോസ് വുഡും സാൻഡലുമാണ്. എനിക്ക് 4 വർഷം അവിടുത്തെ ഡെയിലി വേജസായിട്ട് ഈ വർക്കിൽ മാത്രം എന്നെ വിളിച്ചു. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. എല്ലാം ഈ പ്രതിമ ഭാഗത്തോട്. കാരണം അന്ന് കിട്ടിയ ശിക്ഷ എനിക്ക് ഭയങ്കരമാണ്. എൻ്റെ ലക്ഷ്യം വിട്ടിട്ടില്ല, മനസ്സിലല്ലേ. പക്ഷെ ആ വ്യക്തി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ പ്രതിമാ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട്. പക്ഷെ അതിൽ നിന്ന് അപ്പോൾ കലാഭാഗത്ത് അപ്പോഴാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വീട്ടിനകത്ത് അങ്ങനെ ആരും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, താങ്കൾക്കെന്താ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ അറിയില്ല എന്താണെന്ന്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ടോ, എൻ്റെ അമ്മ പറയാറുണ്ട് ഇങ്ങനെ പലരും പറഞ്ഞപ്പോൾ. അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു ശില്പിയായിരുന്നു. ആനേറ വലിയോദ്ദേശരം ക്ഷേത്രം എന്ന് പറയും. അവിടെ പൂജ വന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനാണ് പ്രതിമ ഉണ്ടാക്കുന്നത്. അതിന് കാരണം എനിക്ക് പ്രയാസം വരും. ആ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ എന്നും എൻ്റെ പുറകെ ഉണ്ട് എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഇഴഞ്ഞു നിന്ന് കാലെ പിടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരാഴ്ച കിടന്നുള്ളൂ, ഏൽപ്പിച്ചിട്ട് പോയതാ. ഞാൻ ഈ പൂജ വെപ്പിന് വിദ്യാസാഗർ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞിടത്ത് പൂജ വെപ്പിന് ഞാൻ പ്രതിമ ഉണ്ടാക്കും, സരസ്വതിയുടെ പ്രതിമ. ഈ ഉണ്ടാക്കുന്ന സമയം രാത്രി 3 മണി 2 മണി ഒക്കെയാണ് ചെയ്യുന്നത്. ആൾ പുറക്കെ നിൽക്കുന്നത് പോലത്തെ ചവിട്ടിത്തേപ്പും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഭയമില്ല, പക്ഷെ എൻ്റെ പുറകിലൊരു ക്ലാസ് തരാൻ ഒരാളുണ്ട്. എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അല്ലേ, അത് എൻ്റെ ലൈഫിൽ ഇന്നും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറിൻ്റെ പ്രതിമ ചെയ്യുന്നു, ആരുടെയല്ല, എൻ്റെ ഉള്ളിലൊരു മോഹം എൻ്റെ ഗുരുവിൻ്റെ പ്രതിമ ചെയ്യണമെന്ന്. 1 വർഷം കൊണ്ട് തുടങ്ങിയതാണ്. കിട്ടുമ്പോൾ എന്നെ സാറ് വിളിക്കും, സാർ ചെയ്യും. അതിൻ്റെ രൂപം കൊണ്ട് ഇപ്പോഴും തീർന്നില്ല, പൂർണ്ണമാക്കിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ പോകണം. അങ്ങനെ ആ ഒരു കലാരംഗം. അപ്പോൾ ഞാൻ പറയും, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അല്ല വേറെ ഒരിക്കലും വഴി വന്നിട്ടില്ല. അപ്പോൾ അമ്മ പറയുന്നത് വെച്ചാൽ, അപ്പൂപ്പൻ ഇവിടെ ക്ഷേത്രത്തിലൊക്കെ പ്രതിമ ഉണ്ടാക്കിയാണ് പൂജ നടത്തുന്നത്. അപ്പൂപ്പൻ പോയി, നീ കാണാനേ പറ്റില്ല, എഴുന്നേറ്റ് കളിക്കുന്ന സമയമല്ലേ. അതിൽ നിന്ന് കിട്ടിയ ഒരു വരമാണ് ഞാൻ എന്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നത് ഇങ്ങനെ അഭിനയം വന്നു എന്നുള്ളതാണ്. ഈ അഭിനയം ഇവിടെ നിന്ന് വന്നു. പക്ഷേ ഇതെല്ലാം എനിക്ക് ഭാവം വാരി എറിഞ്ഞു തന്നു. ഒന്നും മുകളിലല്ല,
അവിടെ താഴെ നിൽക്കുക. ഞാൻ ഒന്നും വലിയ ആളെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും എൻ്റെ കാവാലൻ സാറിനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം ബ്രഹ്മാവെന്നാണ് ഞാൻ പറയുന്നത്. എന്തോ മനുഷ്യനെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണെങ്കിൽ കലാകാരന്മാരെ സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണ് എൻ്റെ കാവാലൻ നാരായണ പണിക്കർ, എൻ്റെ ഗുരു. പറയാൻ കാര്യം, ഞാൻ ഈ കലാരംഗത്ത് വരുന്നത് തന്നെ, ഞാൻ ആദ്യം ബാലെ ട്രൂപ്പിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബാലയിൽ ഒരുപാട് വേഷം ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കോട്ടയ്ക്കകത്തൊരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നപ്പോൾ അവിടുത്തെ ഒരു കാഷ്യർ ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേന് തൂങ്ങി ഉറങ്ങിപ്പോവും. 2 പ്രോഗ്രാമൊക്കെയാണ് ചെയ്യുന്നത്, വിവാഹത്തിന് മുമ്പായി സംഭവമൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം കാവാലൻ നാരായണ പണിക്കർ സാറും അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ഈ സ്ഥാപനത്തിൽ അവിടെ ഹോം അപ്ലയൻസസിൻ്റെ സാധനങ്ങളാണ് ഉള്ളത്. ലൂസിയ ഹോട്ടൽ അറിയാമല്ലോ, നേരെ ഓപ്പോസിറ്റാണ് ഈ സാധനം. 7 വർഷം ഞാനവിടെ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ എന്നെ എടുക്കുന്നത് ടെക്നിക്കൽ സൈഡാണ്, ഇലക്ട്രിക് ഗുഡ്സിൻ്റെ സർവീസ് ചെയ്യാനാണ് വിളിക്കുന്നത്. പക്ഷേ ബേസിക്കലി എൻ്റെ കലാരംഗം വേറെ ഇല്ല, ജീവിക്കാൻ വേണ്ടിയുള്ളൊരു പരക്കം പാച്ചിലാണ്. പക്ഷേ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ എൻ്റെ ഈ കേശർ വെച്ചു, കോമള ഈ വരുന്ന ആരെന്ന് അറിയുമോ? ഇല്ല, അറിയില്ല. ഇതാണ് കാവാലൻ നാരായണ പണിക്കർ. അദ്ദേഹം നല്ലൊരു പൊക്കമുള്ളൊരു മനുഷ്യൻ. ഞാൻ കാണുന്ന സമയം 89-90ലാണ്. അപ്പോൾ വിളിച്ചിട്ട്, സാർ ഇതൊരു കലാകാരനാണ് എന്നെ പരിചയപ്പെടുത്തുക. എനിക്ക് അത്ര വലിയ അദ്ദേഹത്തിനോട് വലിയ മതിപ്പൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം വെച്ചാൽ എനിക്ക് അറിയില്ലല്ലോ, വരുന്നേ അല്ലേ, അദ്ദേഹത്തിൻ്റെ ബേസിക് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. എങ്കിലും എൻ്റേതായ വിനയവും ആ ഒരു ആദരവെല്ലാം ഞാൻ കാണിച്ചു. ആണോ? അപ്പോൾ അന്ന് ഇതിൽ പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായെന്ന് പറയാൻ പറയാതിരിക്കാൻ പറ്റാത്ത സംഭവം. ഞാൻ ഈ സമയത്ത് തന്നെ ജിമ്മിൽ പോകാറുണ്ട്, കരാട്ടെ പ്രാക്ടീസ് കളിക്കുന്നുണ്ട്. അങ്ങനെ കായികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിമ്മിലൊക്കെ പോയി എൻ്റെ ഈ ബോഡി ഇതായിരുന്നില്ല, നല്ല ചെസ്റ്റായിരുന്നു. അത് കണ്ട് എനിക്ക് പലരും അറ്റാക്ക് ചെയ്യാനൊക്കെ പലരും വന്നിട്ടുണ്ട്, അത് വേറെ അവസ്ഥ. എങ്കിലും ഞാൻ നന്നായിട്ട് എൻ്റെ ബോഡിയെ ഡെവലപ്പ് ചെയ്തിരുന്നു. അപ്പോൾ സാറ് നോക്കിയപ്പോൾ കണ്ട ആൾ നല്ല ജിമ്മൻ ടൈപ്പല്ലേ, നിൽക്കണം, കൊള്ളാം, ശരീരം കൊള്ളാം. എന്താ കാര്യം? അവിടെ ആര് വരുന്നോ, ആണായാലും പെണ്ണായാലും പോയി CVM കളരി പോയി കളരി പഠിച്ചിട്ട് ഇതിനകത്ത് വരാവും. കളരി ഇല്ലാത്തവൻ ഇങ്ങോട്ട് വേണ്ട, ആണും പെണ്ണും. എന്താ കാര്യം? നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. കാവാലൻ സാറിൻ്റെ നാടകത്തിൽ, തനത് നാടകത്തിൻ്റെ മെയിനായിട്ടുള്ളത് ബോഡി ലാംഗ്വേജ്. ഏത് സമയത്തും നമ്മൾ പറയുന്ന രീതിക്ക് നമ്മുടെ ബോഡി പോകണം. നാട്യധർമ്മിയാണ്, ലോകധർമ്മിയും നാട്യധർമ്മിയാണ്, 2 ഭാഗമാണ്. അതിൽ നമ്മുടെ കാവാലൻ സാറിൻ്റെ നടന്നത് നാട്യധർമ്മിയാണ്, ഇൻക്ലൂഡിങ് നാട്യം. ആ നാട്യം നമ്മൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബോഡി നമ്മൾ ഫ്ലെക്സിബിൾ ആകണം, വേണ്ടേ? അപ്പം നമ്മൾ ഒരു ഫിറ്റായിട്ടുള്ള ഒരു ബോഡിയോ സ്റ്റിപ്പായിട്ടുള്ളൊരു ബോഡി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് നാടകമായിട്ട് യോജിപ്പിക്കില്ല. അത്ര ഒരു സംഭവമാണ്. അത് മൂവ് ചെയ്ത് കാണിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഒരു സ്റ്റേജിൽ കാണുമ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഡെമോ പോലെ കാണിക്കണം, അതിൻ്റെ ആ ഒരു ശരിയായൊരു അവസ്ഥ അറിയണം. അപ്പോൾ അത്രയും രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിളായിട്ട് ബോഡിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കളരിക്ക് പോകാൻ പറയുന്നത്. പക്ഷേ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ കളരി അഭ്യസിക്കണം. എൻ്റെ ഗുരുവിനെ നേരിൽ എനിക്ക് കാണാൻ എനിക്ക് അദ്ദേഹം നേരെ കൊണ്ട് എത്തിച്ചതാ ഭഗവാൻ. എൻ്റെ പറയാണ്, ഞാൻ ശാസ്തമംഗലത്താണ് ക്ലാസ് തുടങ്ങുന്നത്. ആ ശാസ്തമംഗലത്ത് ഒരു ദിവസം വരൂ, നമുക്ക് നോക്കാം, ആൾ കുഴപ്പമില്ല എന്ന് അവിടെ വെച്ച് തന്നെ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ആശ്വാസമായി. അപ്പോഴും ഞാൻ ബാലിയിൽ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ഈ കേശവ പറയുന്നു, കോമള രക്ഷപ്പെട്ടു കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വെച്ച് സിനിമയിൽ പോവുകയാണല്ലേ, കിട്ടുമല്ലോ. നമുക്ക് അങ്ങനെയാണല്ലോ ലക്ഷ്യം. എന്തായാലും ഞാൻ എത്ര മണിക്ക് വരണം സാറെന്ന് ചോദിച്ചു. അത് 5 മണിക്ക് ശാസ്തമംഗലം സ്കൂൾ ഗ്രൗണ്ടിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. എന്തായാലും അപ്പോഴും സൈക്കിളാണ് എനിക്ക്. സൈക്കിളിൽ കൊച്ചി പോകാൻ പറഞ്ഞാൽ സൈക്കിളിൽ പോകും. ആ ഒരു അവസ്ഥ, അന്നത്തെ ആ ഒരു അഹങ്കാരം എന്നല്ല പറയേണ്ടത്, അന്നത്തെ ഒരു തിളപ്പ് അതായിരുന്നു. എന്നുവെച്ചാൽ എക്സർസൈസും യോഗയാണല്ലോ എൻ്റെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് തന്നെ ഞാൻ യൂസ് ചെയ്യാണ്. അങ്ങനെ ഉപയോഗിച്ച് എന്തും എക്സർസൈസ് ചെയ്യാൻ പറ്റും, ബോഡിക്ക് വേണ്ടി എന്തും ഞാനത് ആരോഗ്യത്തോടെ വേണ്ടി കണ്ടുപിടിക്കാൻ തരാം. അപ്പോൾ സൈക്കിൾ എന്നുള്ളതല്ല പ്രശ്നം, ശരീരം എത്ര ടയർഡായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇവിടെ വേണം ഞാൻ പോകും. പക്ഷേ അങ്ങനെ ശാസ്ത്രമുഖത്ത് പോയപ്പോൾ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം പുതിയവരാണല്ലോ, എല്ലാം നല്ല പാണ്ഡിത്യമുള്ളവരാണ് അവിടെ ഉള്ളത്, എല്ലാം ജോലിയുള്ളവരുണ്ട്. അപ്പോൾ കളരി ഗോപി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കളരി കോച്ചിട്ട് അന്നത്തെ ഞാൻ ചെല്ലുമ്പോൾ ഉള്ളത് അരവിന്ദൻ സാറിന് അറിയുമല്ലോ, എൻ്റെ ജന്മത്തിൽ കാണുന്ന ആൾക്കാരാണ്. അരവിന്ദ സാറുണ്ട്, കൊടിയേറ്റം ഗോപി, നെടുമുടി ചേട്ടൻ, ഇവരൊക്കെയാണ് അന്ന് അവിടുത്തെ മെയിൻ കഥാപാത്രങ്ങൾ. ഇവരുടെ മുമ്പിൽ ഞാൻ ചെന്നിക്കുമ്പോൾ ഞാൻ കിട്ടുകിട്ടെന്ന് ഉറക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പോൾ ഇവരെ കൂട്ടത്തിൽ ഇടുമോ, ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു വരൂ എന്ന് പറയും. വളരെ ഫ്രീ ആണ് എൻ്റെ കാവാലൻ സാറെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇതുമില്ല. സത്യത്തിൽ ഏത് കുട്ടികളുടെ മുമ്പിലും അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു മഹാവനാണ്. അതിലാണ് അറിവിൻ്റെ വേറൊരു ഭാഗം. നേരത്തെ പറഞ്ഞ ഒരാളുടെ അവസ്ഥയിൽ നിന്നും പറയാൻ. അപ്പോൾ മറ്റു ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുത്തുക. എങ്ങനെയുണ്ട് പുള്ളിയെ നമുക്ക് ഫൈറ്റിലിടാം. ഇത് കണ്ടപ്പോൾ അതിനെ കൊള്ളാവൂന്ന് പറയാം. എന്താ ചെയ്തൂടെ? നമ്മൾ ചെയ്യാം സാർ. ആദ്യം ഒരു കുന്തൊടുത്ത് കൈ തരിക. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് കാര്യമുണ്ട്. ഊരുഭംഗം എന്ന സംസ്കൃത നാടകമാണ് ആദ്യത്തിൽ എൻ്റെ അരങ്ങേറ്റം. ഊരുഭംഗം എന്ന സംസ്കൃത നാടകം ഉജ്ജയിനിയിലാണ് സംഭവം അരങ്ങേറാൻ പോകുന്നത്. സംസ്കൃത നാടകമാണ് സംഭവം. അപ്പം അദ്ദേഹം പറയുന്നു, അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വരണം, കുന്തവും കൊണ്ട് താളം തരും. മിഴാവിലാണ് താളം അടിക്കുന്നത്.
അല്ല ഒരു പുതിയ ലോകത്തോട്ടാണ് ഞാൻ പോയിരിക്കണേ. സാധാ നാടകവും ബാലയിൽ നിന്നല്ല ഇത് വേറൊരു സംഭവം. അതും നമ്മുടെ മോഹൻലാൽ കർണഭാരം ചെയ്തപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. കാവാലൻ സാറിൻ്റെ ആ കളരിക്കകത്ത് കാല് വെച്ച് കഴിഞ്ഞാൽ നാടകം എന്തെന്ന് അവിടെ നിന്ന് പഠിച്ച് കയറണം. സിനിമയും സീരിയലൊക്കെ എന്താ ചുട്ടപ്പം പോലെ അപ്പം തിന്നും അപ്പം പോവും. അതല്ല ഇത്. അവരൊക്കെ തൊഴണം, അവരാണ് കലാകാരന്മാർ എന്ന് അദ്ദേഹം വിധി എഴുതിയിട്ടുണ്ട്. കാരണം അദ്ദേഹം 15 ദിവസം കൊണ്ടാണ് 19 ശ്ലോകം വരെ പഠിച്ചെടുത്തത്. കാരണം ഈ ശാകുന്തളത്തിൽ അല്ല കർണഭാരത്തിൽ കർണനായിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം എനിക്കന്ന് ഡയലോഗൊന്നുമില്ല, കാരണം എനിക്ക് അറിയില്ലല്ലോ. അദ്ദേഹം മൂവ്മെൻറ്റ്സ് മാത്രമാണ് താഴ്ത്തുന്നത്. ഞാനത് പെർഫെക്റ്റായിട്ട് ചെയ്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ എനിക്കൊരു ആനന്ദമായി. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഉജ്ജയിനിക്ക് പോകണം. ഞാൻ നേരെ എൻ്റെ മാനേജറോട് സംസാരിച്ച് സാറിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ അതിൽ പോകും ഇതിൽ വരുമോ എന്നാണ് എൻ്റെ മാനേജർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു സാർ അത് കിട്ടിയ ഒരു അവസരം. ആ ശരി പൊക്കോളൂ, പോയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും സാർ എന്നെ കൊണ്ട് ഉജ്ജയിനി പോയി ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നു പറഞ്ഞാൽ അല്ലാതെ ഒരുപാട് നമ്മൾ വൈഡായിട്ട് പറയാതെ അന്ന് എനിക്ക് കുന്തം തന്ന സാറ് പിന്നെ എനിക്ക് തെയ്യം തന്നു എന്നാണ്. എനിക്കതാണ് കൊള്ളിക്കാനുള്ളത്. അതാണ് ഞാൻ ബ്രഹ്മാവെന്ന് പറഞ്ഞത്. കാരണം ഇത് ഞാൻ തെയ്യം ചവിട്ടുന്ന മുമ്പേ വലിയ വലിയ കലാകാരന്മാർ ചെയ്തിട്ടുണ്ട്. ഉപ്പും മുളകും സീരിയൽ കാണാറുണ്ടല്ലോ, അതിൽ ബിജു എന്ന് പറഞ്ഞ ബാലു പുള്ളിയാണ് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ പുള്ളി തെയ്യം ചവിട്ടിയിരുന്നത്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. അത് തിയേറ്ററിനകത്ത് വെച്ചാണ്, നമ്മുടെ സോപാനം തിയേറ്ററിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വളരെ ബാക്കിലാണ്. ഞാൻ മികച്ച കലാകാരനല്ലോ, വളരെ എളിയ കലാകാരനല്ലേ. അപ്പോൾ സാറിൻ്റെ ബാക്കിലേ ഞാൻ ഇരിക്കാറുള്ളൂ. നോക്കണം. അപ്പോൾ ഈ ബാലു ചവിട്ടിക്കൊണ്ട സമയത്ത് സുയോധനാണ് ദുര്യോധനൻ ഊരുപങ്കുന്നതിൽ തുട പൊട്ടി ഇവൻ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിർദ്ദേശം കൊടുക്കാനാണ് തറയിലും അല്ല ആകാശവും അല്ലാതെ പൊയ്ക്കാലിലാണ് വരുന്നത്. ഗുളികൻ തെയ്യം എന്നാണ്. അപ്പോൾ ഈ തെയ്യത്തിലാണ് ബാലു വരുന്നത്. ബാലുമീൻ അന്നത്തെ ബിജു നമ്മുടെ. ഇദ്ദേഹം ചവിട്ടി കുറഞ്ഞ ബാലിച്ച ശരീരമാണ് പുള്ളി. എന്തോ സാറിന് ഒരു വ്യത്യാസം തോന്നിക്കാണും. ചിലപ്പം ഭഗവാൻ പറഞ്ഞു കാണുന്നത് ആ പുറകിൽ ഒരു തെരുപ്പുണ്ട്, വിളിച്ച് അദ്ദേഹത്തിന് കൊടുത്തേരെ. അപ്പോൾ സാറ് പറഞ്ഞു വെച്ചാൽ പുള്ളിയുടെ വയറിൻ്റെ ഘടനയും മറ്റു ഒക്കെ ശാരീരികമായ ഒരു അസ്വസ്ഥത സാറിന് അത്ര എഫക്റ്റീവ് ആയില്ല. അത് കോമളം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കോമളം ചെയ്യണമെന്ന് ഞാൻ അപ്പോഴും ശ്രദ്ധിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല. ഭയങ്കരമായ സംഭവം, റോളല്ലേ അത്. സാറ് തിരിഞ്ഞു നോക്കും, എന്താ മിണ്ടാത്തെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു എന്താ സാർ? തെയ്യം പോയി ചവിട്ടാൻ. ഞാൻ പറഞ്ഞു സാർ എന്നൊരു നെഞ്ചത്ത് സാറ് കൂടം വെച്ച് അടിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു സാറിൻ്റെ തൊട്ട്. ഇത്രയും ഓഡിയൻസ് നമ്മുടെ കലാകാരൻ നിൽക്കുമ്പോൾ ഞാൻ തോന്നി സാർ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. സാറിന് അതാണ് ഏറ്റവും വലിയ. മോഹൻലാലിനും പറഞ്ഞത് തന്നെ, ധൈര്യമായിട്ട് ചെയ്തോളൂ. മഞ്ജു വാര്യർക്കും കൊടുത്തതാണ്, ധൈര്യമായിട്ട് ചെയ്തോളൂ. കാരണം മഞ്ജു വാര്യരും പറയുന്നത് സംസ്കൃതമാണ് സാർ, ചെയ്തോളൂ. കർണഭാരതത്തിൽ കർണനായിട്ടും സാർ സംസ്കൃതം ചെയ്തോളൂ, വന്നോളും. ഇത് തന്നെയാണ് എനിക്കും തന്നത്. പക്ഷേ പിന്നെ സംഭവിച്ചെന്നാൽ ആ ഫോട്ടോ അവർ അതിനകത്തുണ്ട്. ഒരു 4-5 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ വെച്ച് ഈ തെയ്യം കളിച്ചതിന് ശേഷം സാറ് കയറി സ്റ്റേജിൽ വരിക. അത് എൻ്റെ കൂട്ടത്തിലുള്ള കലാകാരന്മാർക്ക് എല്ലാവർക്കും അനുഭവങ്ങളാണ്. സാറ് ഞാൻ തെയ്യം കെട്ടി നമ്മൾ പേര് വെളിപ്പെടുത്തുമല്ലോ. സാറ് നേരെ സ്റ്റേജിലോട്ട് വരികയാണ്. വന്നിങ്ങനെ ഒന്ന് കൈ. അപ്പം ഞാൻ തൊഴാൻ പോവാം. എന്തിനാ തൊഴുന്നത്? ഞാനല്ല അങ്ങോട്ട് തൊഴാൻ, കോമളിനല്ല, ആ വേഷത്തെയാണ് തൊഴുത്. എനിക്ക് കണ്ടാൽ ഒരു എന്തോ ട്രോഫി തരുന്ന പോലെ മൊമെൻറ്റോ തരുന്ന പോലെ കണ്ടാൽ തോന്നും. പക്ഷേ ഈ ഫോട്ടോയിലുണ്ട്. എനിക്ക് അവസാനം തന്നത് സാറ് ആ ഒരു വളരെ ക്ലാസിക്കല്ലേ അത്. അപ്പോൾ കുന്തത്തിൽ നിന്ന് ഞാൻ തെയ്യത്തിലോട്ട് കയറിയുന്നതാണ്. അതാണ് ബ്രഹ്മാവെന്ന് ഞാൻ ഇനിയും പറയുന്നത്. അതുപോലെ പല ശൂർപ്പണയുടെ വേഷം ഇതൊക്കെ സാറ് നിശ്ചയിക്കായിരിക്കും. ഇടുമ്പയുടെ വേഷം ഇപ്പോൾ ശാകുന്തളത്തിൽ മഞ്ജുവാരട്ട് അഭിനയിച്ചപ്പോഴത്തേക്ക് ദുർവാസാവ്. അപ്പോൾ ഞാൻ പലരും വേണ്ടത് എനിക്ക് ഈ തരുന്ന ക്രൂര വേഷങ്ങളാണല്ലോ, എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ സാർ. അല്ല ഇയാളെ കണ്ടാൽ ഒരു സ്ഥായിയായ ദേഷ്യഭാവം തന്നെയാണ്. ഞാൻ പറഞ്ഞു അയ്യോ സാർ. പക്ഷേ സത്യം അതാ, എനിക്ക് സ്റ്റേജിൽ അത് വരുള്ളൂ. ഇതിപ്പോൾ ചെയ്യുന്ന ഒറ്റയാനം നിറയിലും ഒരു വേഷം കാട്ടുമൂപ്പൻ രൗദ്രഭാവമാണ്. വാളും കൊണ്ട് വരലും കളരിപ്പയറ്റും ഒക്കെ തന്നെയാണ്. അതിപ്പോൾ തൃപ്പൂണിത്തുറ 26-ാമത്തെ പ്രോഗ്രാം ചെയ്യണം. അതിൽ 3 കഥാപാത്രങ്ങളിൽ ഞാനാണ് കാട്ടുമൂപ്പൻ നടിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള വേഷങ്ങളാണ് എൻ്റെ സാർ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് സാറിൻ്റെ അഭിപ്രായം, എൻ്റെ കൂടെയുള്ള കലാകാരന്മാരുടെ അഭിപ്രായമൊക്കെ കണ്ടാണ്. ഞാൻ തന്നെത്താൻ പറയുന്നില്ല. കാരണം എനിക്ക് കലാകാരന് ഒരിക്കലും തൃപ്തിയാവില്ല എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നാലും ശരി, അല്ല ഒരു ഡ്രോയിങ് ചെയ്യുന്ന ആളൊരു നൃത്തം ചെയ്യുന്നതായിരുന്നാലും ശരി, ഒരു അഭിനയത്താലും ശരി, അദ്ദേഹത്തിന് ഒരിക്കലും തൃപ്തിയാവില്ല. എന്താ ഇത് പോരാ. കാരണം നമ്മൾ അത്രത്തോളം പടി എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. എത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ അവൻ തകർന്നു എന്നുള്ളതാണ്. ഇതാണ് എൻ്റെ അനുഭവം പറയുന്നത്. ഞാൻ മറ്റേ ആളുകൾ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം പാഴ്. പക്ഷെ അത്രയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും തേടാം. അതെല്ലാ മേഖലയും അതാണ്. ഒരു ആധ്യാത്മികയിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ആധ്യാത്മികയിൽ നമ്മളൊന്നും എത്തുന്നില്ല, ഇല്ലേ? നമ്മൾ ഒരിക്കലും എത്തുന്നില്ല. യേശുദാസ് മുമ്പ് പറയാറുണ്ട്, സംഗീതത്തിൽ ഞാൻ ഇപ്പോഴും ശിശു ബാലനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരുടെ കുറേ അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് അറിവ് നേടാൻ ആ യാത്ര തുടരാൻ ശ്രമിക്കുന്നത്.
അതിലൊരുപാട് എനിക്ക് ആധ്യാത്മം ഈ പറഞ്ഞ പോലെ ഈ എന്നുവെച്ചാൽ പറയുന്നത് വെച്ചാൽ 7 ജന്മം കൊണ്ട് കിട്ടുന്നതാണ്, 7 ജന്മം കൊണ്ട് കിട്ടുന്ന സരസ്വതി കടാക്ഷമാണ് ഒരു കലാകാരനോ കലാകാരിയായി മാറുന്നത്. ലക്ഷ്മി വന്നും പോയി നിൽക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ രണ്ടും കിട്ടിയ 2 പേരുണ്ട്, മമ്മൂട്ടിയും മോഹൻലാലും. അവർക്ക് ലക്ഷ്മിയുണ്ട്, സരസ്വതി ഉണ്ട്. നമുക്ക് സരസ്വതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, ഇല്ലെന്നൊരിക്കലും പറയാൻ പാടില്ല. എനിക്കിന്നും അതിൻ്റെ ഒരു 4000 രൂപ പെൻഷൻ വരുന്നുണ്ട്. ഇതൊക്കെ കലാരംഗത്ത് എനിക്ക് തരുന്നതല്ലേ. അപ്പോൾ അതൊരു ലക്ഷ്മിയായിട്ട് ഞാൻ കരുതുകയാണ്, ധനമായിട്ട് തന്നെ കാണും. കലാകാരന് ഇത്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. എന്ത് യോഗ്യത എനിക്കുള്ളതെന്നാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് ഇത്രയും കിട്ടുമ്പം. പിന്നെ ഗ്രാൻഡുണ്ട്, 6000 ഗ്രാൻഡ് വരുന്നുണ്ട്. അത് കുറച്ച് ദിവസം കൊണ്ട് ഇല്ലായിരുന്നു, ഇപ്പോഴത് ഇടയ്ക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എന്തായാലും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഇതെല്ലാം നേരത്തെ കൂട്ടി ഭഗവാന്റെ നിശ്ചയമാണ്. കുറേ നിനക്കിങ്ങനെ ഒരു കഷ്ടകാലം വരും, അതായത് ഒരു കലാകാരനാകുമ്പോഴത്തേക്ക് കാലങ്ങൾ കഴിയുമ്പോൾ ദാരിദ്ര്യം മൂക്കും. കുറേ ടെക്നിക്കൽ സൈഡ് ഉണ്ടല്ലോ, അത് നിനക്ക് കൂടെ വാരി അറിഞ്ഞേക്കാം. ഞാൻ ഇലക്ട്രിക് ഗുഡ്സിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ട്. പിന്നെ കോസ്റ്റ്യൂം, സാറിൻ്റെ കോസ്റ്റ്യൂം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നാടകങ്ങൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഉത്തരാമചരം എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ചെയ്തതിൽ എനിക്ക് ബ്രോഷറിൽ ഭോപ്പാലിലൊന്ന് കോമൾ സിംഗ് എന്നാണ് അടിച്ചിരിക്കണേ. ബ്രോഷറിലുണ്ട്, ഞാൻ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതും കാവാലസാൻ്റെ കിട്ടിയ കാവാലസാൻ്റെ മുമ്പ് എനിക്ക് വന്നതിന് ശേഷമാണ് ഈ കോസ്റ്റ്യൂമും ഈ ലൈറ്റ് ഡിസൈനിങ്ങും ഒക്കെ സാറിൻ്റെ ഒരൊറ്റ എന്താ പറയുക, എൻ്റെ ആ ഒരു അദ്ദേഹം തന്ന ഓരോ പാഠങ്ങളാണ് എനിക്ക്. കാരണം ഇയാൾക്കത് കഴിയും, അത് ഏറ്റു ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തേ പറ്റൂ, ചെയ്യും. പക്ഷേ അത് വിജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ സോപാനത്തിൽ നിന്ന് എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചതിനുണ്ട്. അതുപോലെ സാറും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുക, അത് അദ്ദേഹം ഉണർത്തി എന്നുള്ളതാണ്. അത് സന്ദർഭോചിതമായിട്ട് ഉണർത്തി. പിന്നെ ഞാൻ സന്ദർഭോചിതമായിട്ട് ഉണർത്തി എന്നുള്ളതാണ്. അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഇപ്പം ശരിക്കും ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ട്, മൊമെൻറ്റോസും എല്ലാ കാര്യങ്ങളും കിട്ടുന്നു. അതിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഈ കലാരംഗത്ത് സ്ഥാനത്തിൽ വന്നതിന് ശേഷം എനിക്ക് കാശിയിൽ 3 തവണ അവിടെ സ്പർശിക്കാൻ സാധിച്ചു. ഈ ശരീരം ഇവിടെ ഹരിദ്വാർ ഈ ശരീരത്തിനവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. അന്നേ ഞാൻ പറഞ്ഞു, എൻ്റെ ശരീരത്തിൻ്റെ ഇതിൻ്റെ ആത്മാവ് അവിടെ കൊണ്ടെത്തിക്കണമെങ്കിൽ ഇങ്ങനൊരു നിമിത്തം ഉണ്ടാകണം. ധനം കൊടുക്കാതെ പോകണേ. അപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൽ എന്തോ അനുഗ്രഹീതമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ്. എൻ്റെ 6 സഹോദരങ്ങളിൽ ഒന്ന് ഞാൻ മാത്രം മാറി നിന്നുകൊണ്ട് എനിക്ക് ഈ മേഖലകളിൽ കുറിച്ച് നന്നായിട്ട് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട്, അതിൽ കൂടി തന്നെ ആധ്യാത്മികം ഇല്ലെന്നൊരിക്കലും പറയാനില്ല. ഞാൻ കുറേ കാര്യങ്ങൾ വലിയ വലിയ ആചാര്യന്മാരുമായിട്ടുള്ള ബന്ധപ്പെടലുണ്ടായിരുന്നു. പിന്നെ സത്യസായി ബാബയിൽ ഇപ്പോൾ ഹാർമോണിയം പ്ലേ ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ. ഒന്നും പഠിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, എങ്ങനെയാണ് എനിക്ക് പഠിച്ചത് എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഹാർമോണിയം പഠിക്കാൻ പോയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. ഞാനന്ന് രാവിലെ വിവാഹത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് ആദ്യം ജിമ്മിൽ പോകാമെന്നാണ്. വെളുപ്പാങ്കൽ സൈക്കിളുണ്ടല്ലോ, നേരം വെളുത്ത് ജിമ്മിൽ ഓരോ മണിക്കൂർ ഒന്നും എനിക്ക് ഫ്രീ ഇല്ല, ഫുൾ ടൈം എൻഗേജ്ഡാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. എന്തിനാണ് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയെന്ന് പറഞ്ഞാൽ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ. എന്താ എന്തുള്ള പറയില്ല, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് ആ പൈസകളെല്ലാം ഒരു വർഷം പക്ഷേ തോറ്റുപോയി. പക്ഷേ അല്ല, എൻ്റെ ലക്ഷ്യം മെക്കാനിസമാണ്. കമ്പ്യൂട്ടർ കംപ്ലീറ്റ് മെക്കാനിസം ഞാൻ ചെയ്ത് അവിടെ നിന്ന് പൈസ ഇങ്ങോട്ട് തന്നു, കൊടുത്ത പൈസ തിരിച്ചു തന്നു. ആ കുഞ്ഞമ്മ എൻ്റെ കുഞ്ഞമ്മയായിരുന്നു. നീ ഇപ്പോൾ എനിക്കിട്ട് പണി തരികയാണല്ലോ, നീ അന്ന് എനിക്ക് ഫീസ് തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എനിക്ക് കുഞ്ഞമ്മ തരണ്ട. പക്ഷേ വേറെ ആൾ വിളിക്കാൻ പറ്റില്ല. ആ വില കൊടുക്കുന്ന പൈസ ഇത് തന്നെ ഞാൻ ചെയ്യുന്നു, പെർഫെക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ അത് പഠിക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ജിമ്മിൽ പോയ ഉടനെ അടുത്ത ജോലിക്ക് കയറും. അങ്ങനെ ഫുൾ ടൈം. അത് തിരിച്ചു വരുമ്പോഴും നേമം ശിവൻകോലിൻ്റെ ഓപ്പോസിറ്റ് ഡ്രാഗൺ ജിംനേഷ്യം എന്ന് അവിടെയുണ്ട്. അവിടെ വെച്ചാണ് ജിമ്മിലും തുടങ്ങി കരാട്ടയും പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് 1 ഡേ കംപ്ലീറ്റ് എൻഗേജ്ഡാണ്. അപ്പോൾ അന്ന് ആ ഒരു രീതിയിൽ ഇതെല്ലാം ഞാൻ അഭ്യസിച്ചെടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ജീവിക്കുന്നു പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഗുഡ്സിൻ്റെ കുറേ സർവീസ് ഞാൻ പഠിക്കാൻ പോയിരുന്നു, അതും എനിക്ക് കിട്ടി. ഇതെല്ലാം ഇപ്പോഴും നമുക്ക് വളരെ ഹൈ അല്ലെങ്കിൽ പോലും മാന്യമായ രീതിയിൽ ആരോടും കൈ നീട്ടാണ്ട് ധൈര്യമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ്. അത് കാവാലൻ സാറിൽ നിന്നും കിട്ടി, നാടകമായിട്ടും എല്ലാം ഒന്ന് ചേർന്നു. അങ്ങ് കളരിയോടൊപ്പം തന്നെ ഈ കഥകളിയും പഠിച്ചിട്ടുണ്ടായിട്ട് അറിയാം, അതിനെക്കുറിച്ചുകൂടി ഒന്ന്. അല്ല, കഥകളി പഠിക്കുന്നതൊക്കെ യാദൃച്ഛ്യ വന്നു കയറുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് എനിക്ക് വന്നു ചേർന്ന ഒരു പോസിറ്റീവ് എനർജികളാണ് ഇതെല്ലാം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇതെല്ലാം വിവാഹത്തിന് ശേഷം വന്നതല്ല. വിവാഹത്തിന് ശേഷമല്ല, എൻ്റെ ധനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല, പഠിത്തമല്ല, വിവാഹത്തിന് മുമ്പായിരുന്നു. ഇതെല്ലാം എനിക്ക് തന്നിരുന്നു. അത് വന്നു പറഞ്ഞാൽ ഞാൻ കുഞ്ഞുനാളിന് ഭജന പാടും, ക്ഷേത്രങ്ങളിലെല്ലാം പോയി ഭജന പാടാറുണ്ട്. അന്ന് ഹാർമോണിയം വായിക്കാൻ അറിയത്തില്ലല്ലോ.
കൈ കൊട്ടിയോ ഡോലക്കടിച്ചോ പാട്ട് പാടും. അയ്യപ്പൻ്റെ ഈ ആ സീസൺ വരുമ്പോഴത്തേക്ക് പാടും. ഇങ്ങനെ പാടി വരുന്ന സമയത്ത് അവിടെ ഒരു സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി, അതായത് മാന്നാറാണ് അദ്ദേഹത്തിൻ്റെ നാട്, രാഘവൻ സാർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മകനാണിപ്പം ശരത്ചന്ദ്രലാൽ, അതായത് മറ്റേ ദേശാഭിമാനിൽ എഡിറ്ററായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹം നല്ല കഥകൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് അത് വലിയ അടുത്തെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരം എങ്കിലും വ്യാപകമായിട്ട് അദ്ദേഹം അന്വേഷിച്ചപ്പോഴത്തേക്ക് കോമളൻ എന്ന് പറഞ്ഞാൽ പുള്ളി കൊള്ളാം, നല്ല പാട്ടും ഭജനയും പാട്ടും ക്ഷേത്രത്തിലൊക്കെ പാടി നടക്കുക എന്ന് പറഞ്ഞു. സാർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലോട്ട് വരണേ, ആളെ വിട്ട് വിളിപ്പിക്കാം. ഞാൻ വീട്ടിൽ പോയി. കഥകളി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ കഥകളിയോ? നമ്മൾ ഇല്ല സാർ, അത് വലിയ ഇതല്ലേ, അതിനൊന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല സാർ, അതിനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല സാർ. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, താല്പര്യമുണ്ടോ? അച്ഛനും അമ്മയോട് ചോദിക്കാമെന്ന് പറയും. അദ്ദേഹം എന്തായാലും വീട്ടിൽ തന്നെ വന്നു. അദ്ദേഹം മരിച്ചു ഇടയ്ക്കാണ്. എന്നിട്ട് പറഞ്ഞു, കോമളിനെ ഞങ്ങൾ തിരുവല്ലയ്ക്ക് അയക്കാൻ പോവാം. അപ്പോൾ അമ്മ ചോദിച്ചു, അമ്മയ്ക്ക് പോലും അറിയില്ല എന്ത് ഗ്രാഹ്യമാണ്, അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ഇതുമില്ല. അങ്ങനെ അയച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ സാർ എന്ന് ചോദിക്കുക. കാരണം അങ്ങനെയൊക്കെയാണ് നമ്മൾ 6 കുട്ടികളൊക്കെ എൻ്റെ അമ്മ പോറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ അച്ഛന് ഫുക്കാർഫിന് ജോലി എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥിതി വല്ലാത്ത അവസ്ഥ. അതൊക്കെ ഇന്ന് ഞാൻ അമ്മയെ തൊഴുതിട്ട് അമ്മയുടെ ഫോട്ടോ വെച്ചെന്ന് ഞാൻ തൊഴുത് പറയാറുണ്ട്. എങ്ങനെ അമ്മ 6 നോക്കിയതെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. എൻ്റെ വൈഫിനോട് ചോദിക്കാറുണ്ട്. 2 നോക്കുന്നത് തന്നെ വലിയ പാട്. പ്രത്യേകിച്ച് ഞാൻ ഒരു കലാകാരനാണ്, എനിക്ക് വലിയ ഗവൺമെൻറ് സാലറി ഇല്ലല്ലോ. എപ്പോഴും ഞാൻ സത്യം തുറന്നു പറയാം. എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ അച്ഛനെ ഒഴിവാക്കല്ല, 2 പേരുടെ ഫോട്ടോ എൻ്റെ റൂമിനകത്തുണ്ട്. ഞാൻ അമ്മയോട് അമ്മ എങ്ങനെ 6 നോക്കിയത് നോക്കാം, ആ പ്രയാസം. അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇനി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അതിൻ്റെ മേഖലയെപ്പറ്റി എന്താണെന്ന് പോലും അറിയില്ല, പൊക്കോളാനാണ് പറയുന്നത്, എനിക്കും അറിയില്ല. എന്തായാലും അദ്ദേഹം വിളിച്ചു. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തിരുവല്ലയിൽ നിന്ന് ഗോപിക്കുട്ടൻ നായർ വരും എന്നാണ് പറയുന്നത്. ഗോപിക്കുട്ടൻ നായർ വരുമെന്നൊക്കെ പറഞ്ഞ് സിനിമയിൽ നായർ ഡയറക്ടർ വരുമെന്നാണ് എൻ്റെ ധാരണ, സിനിമയിൽ പോകാനല്ലേ. എന്തായാലും ഒരാഴ്ച അദ്ദേഹം വന്നു. ഗോപിക്കുട്ടൻ നായർ എന്നാണ് കഥകളി ഭാഗവതർ ഗോപിക്കുട്ടൻ, തിരുവല്ലയിൽ അദ്ദേഹം പേര് കേട്ട മനുഷ്യനാണ്, മരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്ന് എന്നെ വീട്ടിലോട്ട് വിളിച്ചു. നമ്മളെ ഒരു പയ്യനുണ്ട്, കൊണ്ടുപോകണം, നല്ല കലാബോധവും ജ്ഞാനശക്തിയുള്ള ആളാണ്, ശ്രുതി ജ്ഞാനവും ഉണ്ട്, നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് തങ്ങിയ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നത് തന്നെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ, ഇവിടെ പത്മനാഭ ക്ഷേത്രത്തിൽ കഥകളിയുണ്ട്, ശ്രീകണ്ഠേശ്വരത്തുണ്ട്, ആറ്റുകാൽ ക്ഷേത്രത്തുണ്ട്. ഈ കഥകളി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ഇവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അദ്ദേഹം കഥകളി എഴുതുന്നുണ്ടല്ലോ. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 പാട്ട് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പാട്ട് പാടി. കൊള്ളാം, നല്ല ശ്രുതിജ്ഞാനമുണ്ട്. താല്പര്യമുണ്ടോ കഥകളി പദം പഠിക്കാൻ? കഥകളി കളിയല്ല, പദം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങ് ഒരു മൂളി നിർത്തി. എന്തോ ഒരു വല്ലായ്മ, അല്ല പേടിയാണ്, എന്താണെന്ന് അറിഞ്ഞോളൂ, അതുകൊണ്ടാണ്. ഒരു പേടിയും വേണ്ട, ഇയാൾക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്, കുഴപ്പമില്ല, പോവാം നമുക്ക്. അമ്മയുടെ അച്ഛൻ്റെ പെർമിഷൻ ചോദിക്കൂ, ഇന്ന ദിവസം ഞാൻ വരും, നമുക്ക് ഡ്രസ്സെല്ലാം തേച്ച് വേറെ ഒന്നും എടുക്കാൻ നിൽക്കണ്ട, എൻ്റെ കൂടെ പോന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് ഹാർമോണിയം വെച്ച് അദ്ദേഹത്തിൻ്റെ പൂജാറും ഇവിടെ തന്നെ ഈ പറഞ്ഞ ആളുടെ പൂജാറുമിൽ ഹാർമോണിയം വെച്ചിട്ട് ശ്രുതി നോക്കി 2 പാട്ടും പാടി ഒടിച്ച് തൊഴുതി യാത്ര തിരിക്കുക. യാത്ര തിരിക്കുന്ന സമയം എൻ്റെ സുഹൃത്തുക്കൾ അന്ന് വരെ എല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞല്ലേ, ഇവരെല്ലാം വീടുകളിൽ നടന്ന സംഭവമാണ്. മതിലിൻ്റെ മേളിലെത്തി നോക്കുകയാണ്, കോമളൻ ഞാൻ സിനിമയിൽ ചേരാൻ പോവുക. അവരുടെ ധാരണ, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇവിടുന്ന് തമ്പാൻ്റെ കൊണ്ടുവന്ന് വണ്ടിയിൽ വിടുകയാണ്, ആദരിച്ച് വിടും പോലെ. അപ്പോൾ എൻ്റെ ഗുരു ചോദിക്കായിരുന്നു, ഈ ഗോപിക്കുട്ടൻ നായർ, എന്താടാ ഇത്, ഞാൻ കാണുന്നത് ഇത് ഭയങ്കര സംഭവമായിരിക്കണമല്ലോ, നീ അത്രയ്ക്ക് വലിയവനാണോ? ഞാൻ പിന്നെ എനിക്ക് തന്നെ അറിയില്ല തിരിച്ചങ്ങോട്ടെന്ന് പറയണമെന്ന്. അങ്ങനെ പോയി തിരിച്ചവിടെ കൊണ്ടുപോയി 2 വർഷം. ഇതിനിടയ്ക്കൊരു ട്രാജഡി എന്ന് പറയുന്നത് അതാണ് വിധി എന്ന് പറയുന്ന സാധനം, പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഒരു മാമൻ ഒരു ജോത്സ്യനുണ്ട്, ഗവൺമെൻറ് ഇതിലായിരുന്നു, ഹൗസിംഗ് ബോർഡിലായിരുന്നു, ഒരു ഓഫീസറായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് നിന്നാണ് ഞാൻ ഭജന പാടുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഹാർമോണിയം ഉണ്ട്. ഈ പോകുന്നതിന് മുമ്പ് കുറേ ദിവസമായപ്പോൾ ഇദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായി, ഞാനില്ലല്ലോ. എൻ്റെ കുറേ സുഹൃത്തുക്കളും ഡൗണായി. അതാണ് സംഭവിച്ചത് അവിടെ. എൻ്റെ കുറേ നല്ല പിള്ളേർ നല്ല കലാരംഗത്ത് നിന്ന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥ കൊണ്ട് എത്തിച്ചു എന്നുള്ളത്. ഇവരൊരു പ്ലാൻ കണ്ടതാണ്. ഈ ഇദ്ദേഹം മാവൻ വന്നാൽ എൻ്റെ അമ്മയോട് പറയണം. അപ്പോൾ അത് പറയാൻ കാര്യമുണ്ട്. എൻ്റെ ആശാൻ എന്നോട് ചോദിക്കുകയാണ്, കോമളൻ നിൻ്റെ ജാതകം വീട്ടിൽ ചോദിച്ച് വാങ്ങണം. അപ്പോൾ അന്ന് ലെറ്ററാണല്ലോ, ഇന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കെൻ്റെ എന്താണ് എൻ്റെ ഇതൊന്നും അറിയില്ല. ഞാൻ പറയാം, അപ്പോൾ ലെറ്ററിൽ കൂടെ ഞാൻ അമ്മയോട് പറയാം, അമ്മ എൻ്റെ ജാതകം ഒന്ന് ആശാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ആ ജാതകമാണ് പ്രശ്നമായത്. ഇവിടുന്ന് വന്നു ഈ ജാതകത്തിൻ്റെ ലെറ്റർ അവിടെ കിട്ടി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ അമ്മയുടെ തിരുവല്ലയ്ക്ക് വരികയാണ്. അന്ന് ഞങ്ങൾ ചെങ്ങന്നൂർ കളിക്ക് പോകണം. ചെങ്ങന്നൂർ ഗുരു അറിയാമല്ലോ, ചെങ്ങന്നൂർ ഗുരു, ചെങ്ങന്നൂർ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടെ കളിക്കാൻ ഡ്രസ്സായി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയും ചേട്ടനോട് വരിക. വന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ, നീ ഇവിടെ പോകുന്നു, ഞങ്ങൾ കളിക്ക് പോവാണ്, ഇന്ന് കളിയുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അമ്മ വല്ലാണ്ട് എന്നെ മാറ്റത്ത്, നമുക്കിതൊന്നും പറ്റിയതല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് ഇട്ടും ചോദിച്ചതല്ല. ഞാൻ എന്താ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞേ? അപ്പോൾ എൻ്റെ ചേട്ടനുണ്ട്, ചേട്ടൻ എപ്പോഴും ഉണ്ട്, അമ്മ മാത്രമേ പോയുള്ളൂ.
അതല്ല, കഥകളി ലോകം ജീവിക്കാനൊന്നും പറ്റില്ല. അവിടെ നിന്റെ മാമൻ പറഞ്ഞല്ലോ അത് ശരിയല്ല, സംഭവം ശരിയല്ലെന്ന് പറഞ്ഞാൽ ജാതകം ചോദിച്ചത് ആ കുഴപ്പമായത്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അവരെന്നെ വിട്ടേനെ. അത് ഒരു വേലിക്കെട്ടായിരുന്നു. എന്തായാലും അപ്പോൾ ആശാൻ പറഞ്ഞു, എന്തായാലും ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി കുളിച്ചൊക്കെ നിൽക്കുക, ഞങ്ങൾ നാളെ രാവിലെ വരുള്ളൂ. കഥകളി എങ്ങനെയാണല്ലോ, തലേദിവസം തുടങ്ങി പിറ്റേന്ന് രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ, അപ്പോൾ ആശാന് 3 മക്കളാണ്, അല്ല 3 ആണും ഒരു പെണ്ണുമാണ്. മൂത്ത പെൺകുട്ടി ഗിരിജ എന്നാണ്. എൻ്റെ ആ ചേട്ടൻ വന്ന് ആദ്യം ചോദിച്ചത്, എവിടെ സാറിൻ്റെ മോളെവിടെ? എനിക്കതൊന്നും അറിയത്തില്ല, ഞാൻ മറ്റുള്ള റോങ് ആയിട്ടൊന്നും എൻ്റെ മനസ്സിൽ പോകണില്ല. കഥകളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അത് പറഞ്ഞ്, ആ കുട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്. എന്നാൽ നീ വാ, നമുക്ക് റോഡ് വരെ നടന്നിട്ട് വരാം. കുറേ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് കുട്ടി ഊണ് കഴിക്കാൻ വരുന്ന സമയം ഈ കുട്ടി ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങുന്നത് കോമളച്ചേട്ടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ ചേട്ടൻ, ഇതാരാ? ഞാൻ ഇതാണ് ആശാൻ്റെ മോള്. ശരി, ഇനി നമുക്ക് ചാവടിക്കാൻ പാടില്ല, തിരിച്ചു പോവാം. തിരിച്ച് നേരെ ആശാൻ്റെ വീട്ടിൽ പോവാം. അമ്മയായിട്ട് ഡിസ്കഷനായി. അമ്മ പറഞ്ഞു വച്ച് നിർത്തിക്കോളും, ഉടനെ പോകാം. ഞാൻ എന്താ വൈകി പറഞ്ഞത്? എന്തായാലും അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മരണ ലെറ്ററാണ് എനിക്ക് വരുന്നത്. എൻ്റെ അമ്മൂമ്മ മരിക്കാൻ കിടക്കുകയാണ്, എത്രയും വേഗം നാട്ടിലെത്തണം. അങ്ങനെ പറഞ്ഞാലേ ഞാൻ വരുള്ളൂ എന്നുള്ളതാണ്. അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഞാൻ പ്രതിമ പഠിക്കണം അപ്പോഴുള്ള മൂപ്പുണ്ട്. ഇത് കേട്ട പാടെ എൻ്റെ ഹൃദയം ടപ്പായിപ്പോയി. ഞാൻ പറഞ്ഞു, ആശാൻ എന്താ? അപ്പോൾ എനിക്ക് വരെ ലെറ്ററെല്ലാം ആശാനാണ് പൊളിക്കുന്നതും വായിക്കുന്നതൊക്കെ. എനിക്കങ്ങനെ എല്ലാം ആശാൻ്റെ മുമ്പിൽ മുണ്ട് കെട്ടാറില്ല, മുമ്പ് നടക്കാറില്ല, ഇരിക്കാറില്ല. ഗുരുകുല വിദ്യാഭ്യാസമാണ് പാലിക്കുന്നത്. അപ്പോൾ ആശാൻ എങ്ങനെയാണ് സംഭവം? അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നിന്നിട്ട് കാര്യമില്ല, ഇദ്ദേഹം ആളാരാ ഒക്കെ ബോധ്യമായി. ഒരാഴ്ച വന്നിട്ട് പോയതേ ഉള്ളൂ. എന്തായാലും ശശി കോമളൻ്റെ കാര്യം ചെയ്യും, അവനുണ്ട് ദാസുണ്ടാവും, നാളെ വെളുപ്പിനുള്ള വണ്ടി കയറ്റി വിട്ടേരെ. അപ്പോൾ ഞാൻ ശില്പം ഉണ്ടാക്കാനുള്ള പ്രതിമയും മറ്റുള്ള ഉളിയൊക്കെ അവിടെ കൊണ്ട് വെച്ചിരിക്കുക, നീ അതൊന്നും എടുക്കണ്ട, അതൊക്കെ പിന്നെ എടുക്കാം, നാളെ രാവിലെ വണ്ടി പോയിക്കോളും. ഞാൻ ഇന്ന് രാത്രി മൊത്തം വെളുക്കുന്നേരം കരച്ചിലായിരുന്നു എനിക്ക്. അദ്ദേഹം ഇരുന്ന് രാത്രി 12 മണി വരെ എൻ്റെ അടുത്ത് ഗുരു ശിഷ്യന്മാരുടെ കഥകൾ പറയുക, ഓരോ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള അകൽച്ചയും അടുപ്പവും പറ്റി ഗുരുവോട് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തി. എനിക്കൊന്നും ഏൽക്കുന്നില്ല. എന്തായാലും 4 മണിക്ക് എന്നെ വിട്ടു. ഞാൻ എന്തോ ഒരു സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ വന്നു. വീട്ടിൽ വന്നപ്പോൾ ആദ്യം പോയി എൻ്റെ അമ്മൂമ്മയുടെ ആനറ, എൻ്റെ വീട്ടിലല്ല പോകുന്നത്, ഈ മുട്ടമുടലല്ല പോകുന്നത്. അമ്മൂമ്മ വെള്ളവും കുരിക്കൊണ്ട് പോവാം. അമ്മൂമ്മ എന്നൊരു വിളിച്ചു, നീ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, അമ്മൂമ്മ മരിക്കാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? എൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? നീ ഒരു കാര്യം പറയട്ടെ, അവിടെ ആശാനും മോളുണ്ടോ? എന്താ അമ്മ ഇതൊക്കെ? അതെ, നീ ജാതകം ചോദിച്ചല്ലോ അങ്ങേര്. ഞാൻ തകർന്നു പോയി. ഞാൻ ഒരു കാര്യം, അമ്മ അതിനല്ല ചോദിച്ചത്, എൻ്റെ ആശാൻ്റെ നാൾ ചോദ്യമാണ്. അങ്ങനെ ചോദ്യം, അടിയനും ചോദ്യം. ആശാൻ തിരുവല്ലയിലെ പേര് കേട്ടൊരു കലാകാരനാണ്. നിനക്ക് ആ ഒരു ഭാഗ്യം ഉണ്ടാവുമെങ്കിൽ അതിലേറ്റവും നല്ലതല്ലേ? നാളിൽ കാര്യമില്ലല്ലോ. ഇതായിരുന്നു അത് സംഭവിച്ചത്. കഥകളി നിലച്ചു. മനസ്സിലല്ലേ? ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്, ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ സാധകം ചെയ്യും. വെളുപ്പിന് എന്നെ 3 മണിക്ക് എണിപ്പിക്കും. ആശാൻ കട്ടിലിരുന്ന് മുറുക്കും. ഇപ്പോഴെൻ്റെ രൂപത്തിലുണ്ട് അദ്ദേഹം. എന്നിട്ട് ടോർച്ച കയ്യിൽ വെച്ചിട്ടുണ്ട്. ടോർച്ച് കയ്യിൽ തലയണയുടെ കയറി. അപ്പോൾ രാവിലെ 3 മണിക്ക് എൻ്റെ നിത്യ ക്ലാസ്സാണ്. രാവിലെ കഴിച്ച് സാധനം ചെയ്യുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കും. പഠിച്ചു കഴിഞ്ഞ ശേഷം കുളിച്ചിട്ട് നേരെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തൊഴുകോളണം. ടൈം ടേബിളാണ്. എന്നിട്ട് കാപ്പ് കുടിച്ചോളണം, കഴിഞ്ഞ പാഠം പഠിച്ചോളണം. ഈ പഠിക്കുന്ന സമയത്ത് പ്രഗത്ഭരായ കഥകളി നടന്മാർ ആശാൻ്റെ മുമ്പിൽ വരും. അപ്പോൾ ഇത് പറയാൻ കരുന്നില്ല, അതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞിട്ട്, ഞാൻ ശൂർപ്പണയുടെ വേഷം ചെയ്തപ്പോൾ, ഈ കാവാലസാൻ്റെ ശൂർപ്പണയുടെ വേഷം ചെയ്തപ്പോൾ അതിൽ 1-2 നവഭാവങ്ങൾ കാണിക്കേണ്ടി വന്നു, നവരസങ്ങൾ കാണിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കാവാല സാർ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. കാരണം സാറിൻ്റെ നിന്ന് കിട്ടിയില്ല അത്. അപ്പോൾ ലക്ഷ്മണനെ ആവാഹിക്കുന്ന ഒരു സംഭവമാണ്, വശീകരിക്കുന്ന ഒരു ഭാഗമാണ് ആ മുഖത്ത് വരേണ്ടത്. ഞാൻ ഇങ്ങനെ കാല് വെച്ചിട്ട് വശീകരിക്കുന്നു, ഞാൻ കെട്ടിയൊരു പിടുത്തമാണ്. ഇതിൽ കാണാത്തൊരു സാധനം എവിടെ നിന്ന് കിട്ടിയത്? ഞാൻ പൊളിച്ച് പറഞ്ഞു, സാറേ ഞാൻ തിരുവല്ലയിൽ അത് പോയിരുന്നു, പദം പഠിക്കാനല്ലേ പോയേ, ഇതെവിടെ നിന്ന് കിട്ടി? പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ആശാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടൻ വരും, ഇവിടുന്ന് അഴിക്കാൻ പാടില്ലല്ലോ അല്ലേ? വേണ്ട, കേട്ടോണ്ടിരുന്ന നടൻ എഴിച്ച് ഇത് ടപ്പെന്ന് എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കയറി. ഞാൻ പദം പഠിക്കാനാണ് പോയേ, അഭിനയം ഇങ്ങോട്ട് വന്നു. ആ ഒരു അഭിനയം ആ ആശാൻ പാടിക്കൊടുക്കുക, അതിങ്ങനെ മതി ഗോപി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ എടുക്കാൻ എനിക്ക് ഒരുപാടത്ത് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ കാവാല സാർ എൻ്റെ ആശാൻ പറഞ്ഞത്, നീ എന്നിൽ നിന്ന് വിട്ടുപോയെങ്കിലും എന്നെക്കാളും മഹാനായ ഒരുത്തിൻ്റെ ഇല്ലേ ചെന്ന് കയറിയത്. എനിക്കല്ലോ വളരെ സന്തോഷമുണ്ട്. കാവാല സാറിൻ്റെ ശിഷ്യനായല്ലോ നീ, സന്തോഷമായി. ആ മനുഷ്യനെ സന്തോഷിപ്പിച്ചു വിട്ടു.
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയാണ് തിരുവല്ലയ്ക്ക് ഞാൻ. പക്ഷേ കഥകളിപ്പത് എന്നിട്ട് എൻ്റെ ആശാൻ ശ്രീകണ്ഠേശ്വരത്തും എന്നെ തേടി വന്നിരുന്നു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ തേടി വന്നു. പിന്നെ കാണാനില്ലല്ലോ. അപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞു ഇങ്ങനെ അവൻ വീട്ടിലേ ഇല്ല. ഞാൻ മാമൻ്റെ വീട്ടിൽ തന്നെയാണ് തങ്ങിയത്. ആഹാരമൊക്കെ അവിടെ നിന്നാണ്. വീട്ടിൽ അത് പിണങ്ങി പോകും പോലെ തിരിച്ച് എന്നെ തപ്പി പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു വിളിക്കുന്നത് എനിക്ക് ഉപദേശിച്ചു തന്നെ. ഞാൻ പ്രയാസപ്പെടുന്നു, നിനക്ക് പഠിക്കണം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ശ്രീകണ്ഠേശ്വരത്തും ആറ്റുകാൽ ക്ഷേത്രത്തിലും ഈ പത്മാസനത്ത് കളിക്ക് വരുമ്പോൾ ഒരാഴ്ച നിനക്ക് വേണ്ടി ഞാൻ നിൽക്കാം, എന്നിട്ട് ഞാൻ പോവാം. മതി. അങ്ങനെ രമ്യത്തിലായി വീടുമായിട്ട് ഇങ്ങനെ വീണ്ടും തോന്നി. പക്ഷേ ആശാൻ കുറച്ച് ദിവസം ഒന്ന് തന്നേ ഉള്ളൂ. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് വീണ്ടും വിഴിഞ്ഞത്ത് ജോലിയായി. വിഴിഞ്ഞ ഹാർബർ മെക്കാനിക്കലായിട്ട് എനിക്ക് അവിടെ മെക്കാനിക്കൽ ജോലി കിട്ടി. അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ അതിങ്ങനെ തുറന്നതിന് ശേഷമാണ് സാറിൽ വരുന്നത്. ഞാൻ കവാലസ്ഥാനിൽ വരുന്ന അപ്പോഴാണ്. ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് സാറിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോഴും ഇന്ന് കണ്ടിന്യൂ ചെയ്ത് സാറിൻ്റെ. അപ്പം കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ആശാനെ കാണാൻ പോയി. ആശാൻ മരിച്ചു. ആശാൻ്റെ കുടുംബത്തെ കാണാൻ പോയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അതിനെ പറ്റിയുള്ളൊരു പശ്ചാത്താപമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആശാൻ്റെ മകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. ഒരു വലിയ ലെറ്ററിൻ്റെ നടുക്ക് മാത്രം 2 വരി, എൻ്റെ മകൻ നിൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് വരണം. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കാണാൻ മലപ്പുറത്തും ചിന്തിക്കാതെ എൻ്റെ അമ്മയും വിളിച്ചുകൊണ്ടാണ് ഞാൻ പോണേ. കോവിൽ ചെന്നപ്പോൾ എൻ്റെ ആശാനും മകൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. വന്ന് ആശാൻ വന്ന് കെട്ടിപ്പിടിച്ച് എൻ്റെ മക്കളെ ആ കരച്ചിലുണ്ടല്ലോ, അത് ഗുരുവിൻ്റെ കണ്ണീരെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അതിനപ്പുറത്തോട്ട് എന്തൊക്കെയോ ഉണ്ട് ഒരു ആത്മബന്ധം. എൻ്റെ മക്കളെ എന്നും പറഞ്ഞാൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ച് എന്നെ കെട്ടിപ്പിടിച്ചത്. അവർ 5ാമത്തെ മകനാണ് ഞാൻ ആശാൻ്റെ. അതുപോലെ ആ പെൺകുട്ടി ഒന്ന് ഓടി കാര്യം നമസ്കരിച്ചു. ചേട്ടാ കഴിഞ്ഞത് എന്തൊക്കെയോ ആണ്, അതൊക്കെ മറന്നിട്ട് പ്രയാസമൊക്കെ കളയണം. അന്ന് കല്യാണം ഞാൻ കഴിച്ചിട്ടില്ല, മനസ്സിലല്ലേ. അപ്പോൾ മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സമയം അങ്ങോട്ട് ആയിട്ടില്ല. അതിന് ശേഷമൊക്കെ പോകാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെ എൻ്റെ ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഭയങ്കരമായ ഒരു ആലിംഗനവും ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ കണ്ണീരോടുള്ള സമീപനവും ആ കുട്ടികൾ ഇന്നും എനിക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ മകൻ 3 പേരും കലാകാരന്മാരാണ്. ഒന്ന് മദ്ദളം വായിക്കുന്നുണ്ട്, ചെണ്ട വായിക്കുന്നുണ്ട് സാറിൻ്റെ. മറ്റേ ഗിരിജ എന്ന് പറഞ്ഞ കുട്ടിക്ക് പോകാൻ കഴിഞ്ഞ ഹസ്ബൻഡ് മരിച്ചുപോയി. അങ്ങനെ വേറെ സെപ്പറേറ്റാണ്. എൻ്റെ ആശാൻ മരിച്ചു. അമ്മയുണ്ട്, ആശാൻ്റെ വൈഫുണ്ട്. കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ പോയിരുന്നു. പാദം തൊട്ട് നമസ്കരിച്ചു. ഗുരുവിന് കൊടുക്കുന്നത് പോലെ ഒരു ദക്ഷിണ അമ്മയ്ക്ക് കൊടുത്തിട്ട് പോകുന്നു. ഇന്നും എനിക്ക് എൻ്റെ ആഗ്രഹമാണ്, അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രംഗത്തുനിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് ഇതായിപ്പോൾ കാവൻ്റെ സാൻഡ്രിയിൽ ഒരു എത്ര സ്റ്റേജെന്ന് തന്നെ എനിക്കറിയില്ല. ഈ വേഷങ്ങളെല്ലാം പ്രധാനമായ വേഷങ്ങളെല്ലാം എൻ്റെ സാറ് തന്നതാണ്. അല്ല ഈ മഞ്ജുമാരുടെ സംഭവം എന്നപ്പം ദുർവാസാവ്, അതൊക്കെ വളരെ നല്ല രീതിയിൽ സാറ് തന്നെ. പക്ഷേ ആ ദുർവാസാവിൻ്റെ വേഷം എൻ്റെ കാവാലസ്ഥാനം കാണാൻ പറ്റില്ല. അദ്ദേഹം അതിനുശേഷം മരിച്ചു. ആദ്യത്തെ മഞ്ജുവാരോടൊപ്പം അഭിനയിക്കുന്ന അദ്ദേഹം റിഹേഴ്സൽ തരുന്ന സമയത്ത് വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ SUT ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയം അത് പിന്നീടാണ്. അപ്പോൾ ഇതിലൊരു വേറൊരു നടനുണ്ട് നമ്മുടെ കയ്യിൽ അഭിനയിക്കാൻ വരുന്ന ആളാണ്. പുള്ളിക്ക് സംഭവം കണ്ണു മഹർഷിയായിട്ട് വേഷം കൊടുക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷേ പുള്ളിക്ക് ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ പുള്ളി ആക്ച്വലി അഭിനയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് സാറിന് ഒരു കൊടുത്തെന്ന് പറഞ്ഞാൽ അതേ എവിടം വരെ ആയി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സാറിനെ കാണാൻ SUT ഹോസ്പിറ്റലിൽ പോകുമല്ലോ, എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ അത് ചെയ്യുന്നുണ്ട് സന്തോഷം, കുഴപ്പമില്ല ചെയ്യുന്നുണ്ടോ, അത് ശരി. പക്ഷേ എങ്കിലും പുള്ളി പോരാ, ഒന്ന് ശ്രദ്ധിക്കാൻ പറയും ഗിരീഷിനോട്. ഗിരീഷ് നമ്മുടെ സീനിയറുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ദിവസം വന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ സന്തോഷിനോട് ഈ ശകുന്തള ഈ കണ്ണു മഹർഷിയെ വിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അച്ഛനെ വിട്ടു പോകും, വളർത്തച്ഛനാണല്ലോ, വിട്ടു പോകുന്ന ദുഃഖമായ ഒരു സംഭവം ഡയലോഗുണ്ട്. ഉത്കണ്ഠയ എന്നുള്ള സംഭവമുണ്ട്. ആ നമുക്ക് ഉത്കണ്ഠ എന്നുള്ള വാക്ക് എങ്ങനെയാണ് പറയാം? ഉത്കണ്ഠ എന്നാൽ ഉള്ളിലുള്ള വേദന ഇങ്ങനെ അടക്കും എന്നുള്ളൊരിതാണ്. ആ വേദന ഉണ്ട്. പക്ഷേ സാറ് പറഞ്ഞു കൊടുത്തത് അതാണ് നാട്യധർമ്മി എന്ന് പറയാൻ. നമ്മളിപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് ഉത്കണ്ഠയുണ്ട്, നീ പോകുന്നില്ല എന്നല്ല പറയാൻ പറ്റുള്ളൂ. പക്ഷേ നാട്യധർമ്മി ഉത്കണ്ഠയോ ഇത് പുള്ളി എടുക്കണം. ഇത് ശരിക്കും ശകുന്തള വിട്ടുപോകുമ്പോൾ ഒരു അച്ഛൻ്റെ ആയ ഒരു വിഷമം അവിടെ വരും. സാറ് പറയുന്നു ഇവിടെ നിന്നല്ല വരേണ്ടത്, അന്തർധാത്മാവിന്ന് വരണം, സ്നേഹം അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ഉത്കണ്ഠ എത്ര ലെങ്തിൽ അതായത്. അപ്പോൾ ഇതിൽ ഞാൻ വേറെടുത്ത് പോയപ്പോൾ ഒരു തിൻ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. മൈക്കിൽ കൂടെ ഞാൻ ഇത് പറഞ്ഞു, എനിക്ക് അത്രയും വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ശരിക്കുള്ളൊരു സ്നേഹം മകളോട് എത്രത്തോളം ആത്മാർത്ഥ ഒരു അച്ഛനുണ്ടെങ്കിൽ, അച്ഛനോട് മകൾക്ക് എത്ര സ്നേഹമുണ്ടെങ്കിൽ അത് അളവില്ലാത്തതാണ്. മരിച്ചു കിടക്കുന്ന ഒരു അമ്മയുടെയോ അച്ഛൻ്റെയോ അടുത്ത് ഒരു മകൾക്ക് കരയുന്നതിൻ്റെ അത്ര വരില്ല കാണാൻ വരുന്ന കുഞ്ഞമ്മയുടെ മക്കൾക്ക്. ഒരു കണ്ണീരേ വരൂ.
പക്ഷെ മകൾക്ക് തീരാത്ത വേദനയായിരിക്കും. അത് തന്നെ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം. എന്താ അവിടെ കരഞ്ഞു പൊക്കൂടെ? ആ ഉള്ളിൽ കിടക്കുക, ആ വേദന മായത്തില്ല. അതാണ് ഉത്കണ്ഠയാ, എനിക്ക് ഉത്കണ്ഠയുണ്ട് നിന്നോട് എന്ന് പറഞ്ഞു കളയാം. പക്ഷെ അതല്ലല്ലോ ഉത്കണ്ഠയാ. ഈ സാധനം പുള്ളിക്ക് വന്നില്ല. അത് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അവസാനത്തെ സംഭവമാണ്. കാവാല സാർ മരിക്കുന്ന മുമ്പായിട്ട് ഈ ശാകുന്തളം നാടകത്തിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ വായ്മൊഴിയിൽ നിന്ന് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനത് പലയിടത്ത് പോകുമ്പോഴും പറയാം. അതാണ് നാട്യധർമ്മിയുടെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ആത്മാർത്ഥത അല്ലേ, ലെങ്തി ആയിട്ടുള്ള സ്നേഹം. ഒരു മകളോട് എത്രത്തോളം ഒരു അച്ഛൻ ആത്മാർത്ഥത, അല്ലെങ്കിൽ മകൾക്ക് അച്ഛനോട് എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നുള്ളത് വിട്ടുപിരിയുന്ന ഒറ്റ വാക്കിലല്ല. ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ അല്ലല്ലോ അത്. നീ എന്നെ വിട്ട് പോവാണ്, അത് പോക്കും, അതല്ലല്ലോ. ആ ബന്ധം ഒരു 30 വർഷമോ 20 വർഷമോ 25 വർഷമോ ജീവിച്ചതിൻ്റെ അറ്റാച്ച്മെൻറ്റ് അത് രക്തത്തിൽ അങ്ങനെ കിടക്കുകയാണ്. അത് നിസ്സാരമായിട്ട് ടാറ്റ പറഞ്ഞു പോകാനുള്ളതല്ലോ. സാറിൻ്റെ നാടകങ്ങളെല്ലാം അങ്ങനെയാണ്, ജീവനാണ്. കഥാപാത്രം അങ്ങനെ ആവണമെന്നാണ്, അല്ലാത്തവർക്ക് നിൽക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു തിയേറ്ററിലോ ഒരു സിനിമയിലോ ഒരു സീരിയലിലോ പോകണമെങ്കിൽ ആരാ എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ കാവാലസിൻ്റെ സോപാനത്തിൽ നിന്നാണ്. എന്നാൽ കുഴപ്പമില്ല, ആ സ്റ്റാഫ് ഉണ്ടാവും. അവിടുത്തെ ആളാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് പല സിനിമയിൽ വന്നപ്പോൾ നിങ്ങളൊന്നും ഇൻ്റർവ്യൂ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ചേട്ടനെ കയറി അഭിനയിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്നും ആഡിയേഷൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞവർ കണ്ടിട്ടുണ്ട്. അത്രയും കാവല സാർ വിടുന്ന ആളല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഗുരുജിയുടെ മുമ്പിലിരിക്കുന്നത്. അങ്ങ് കുറച്ച് നാൾ കഥകളി പദം പഠിക്കാൻ പോയതായിട്ട് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ നമ്മൾ സാധുകാർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കഥകളി പദം ഒന്ന് 4 വരി. 79, 80 കാലഘട്ടങ്ങളിലാണ് ഞാനത് പഠിക്കാൻ പോയത്. എത്രത്തോളം എൻ്റെ ഓർമ്മയിൽ അത് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും എൻ്റെ ഗുരുവിനെ മറന്നാലേ അത് പോവുള്ളൂ. എൻ്റെ ഗുരുവിനെ മറന്നിട്ടില്ല. എന്തായാലും 3-4 വരെയൊക്കെ എനിക്ക് കിട്ടും. മാത്രമല്ല ഇപ്പോൾ പാടാനുള്ള ഒരു അവസ്ഥയിലും അല്ല. കാരണം ഇപ്പോൾ ഒറ്റയാൻ എന്ന് പറഞ്ഞ നാടകം കാവാല സാറിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഒരു കാട്ടുമൂപ്പൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ച് അലറിയ ശബ്ദമൊക്കെയാണ്, അതിൻ്റെ നാച്ചുറൽ വോയിസ് ഒക്കെ ഇങ്ങോട്ട് പോയി. സാറിന് ഭജനയ്ക്കൊക്കെ പോകുമ്പോൾ ആ രീതിയിലാണ് ഞാൻ പാടും. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സൗണ്ട് കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. എങ്കിലും ഞാൻ ശ്രമിക്കാമെന്നേ ഉള്ളൂ. ക്ഷമിക്കണം, ശബ്ദം ഇടറിപ്പോയാൽ ഞാൻ നോക്കാം. ഗുരുവേ. മാതം ഗാനനം അബ്ജവാസരമണി മാതം ഗാനനം അബ്ജവാസരമണി ഗോവിന്ദമാദ്യം ഗുരും വ്യാസം പാണിനി ഗർഗനാരദ കണാദ്യാദാൻ മുനീന്ദ്രാൻ ബുധാൻ ദുർഗാം ചാവി മൃദംഗശൈല നിലയ ശ്രീപോർക്കലി ഇഷ്ടധാം ഭക്ത്യാ നിത്യം ഉപാസ്മകേ സപദേ ന കുർവന്തു മേ മംഗളം 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 ആ ആ
അങ്ങ് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു അഭിനയത്തിലെ അതെ ലോകധർമ്മിയും നാട്യധർമ്മിയും എന്ന 2 ഭാവങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്ന് വിശദീകരിക്കാം. ഈ നാട്യധർമ്മി ലോകധർമ്മി എന്ന് കിട്ടുന്നത് തന്നെ നമുക്ക്, ഞാനിപ്പോൾ മുമ്പ് ഈ കഥകളി പറഞ്ഞ് ചെയ്തിട്ടുണ്ടെന്നുള്ളേ, അല്ല സോറി ഓട്ടം തുള്ളൽ, അല്ല നമ്മുടെ ബാലെ എന്ന് പറയുന്നതും പഴയ പ്രൊഫഷണൽ ടീം ചെയ്ത നാടകങ്ങൾ, ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള ഒരു എക്സാമ്പിൾ പറയാം. അതൊക്കെ ശരിക്കും ലോകധർമ്മിയെ ബേസ് ചെയ്ത് വരുന്ന സംഭവമാണ്. അതൊക്കെ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി പറയുന്നത് സാധാരണ നമ്മളെ വീട്ടിൽ എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എങ്ങനെ സംഭാഷണം ചെയ്യുന്നു, അത് ആ ഒരു അവസ്ഥയിൽ വരുന്നു. പക്ഷേ നാട്യധർമ്മികളും വളരെ വ്യത്യസ്തമാണ്. ശരിക്കും അത് ബോഡി ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. നാട്യം ഇൻക്ലൂഡിങ് ചേർന്ന് വരുന്നതാണ്. നമ്മൾ യഥോഗസ്തസ്തോ മന യഥോ ദൃഷ്ടിസ്തോ ആത്മാ, നമ്മുടെ കണ്ണ് പോകുന്നിടത്ത് കൈ പോകണം. നാട്യധർമ്മിയിൽ പറയുന്ന, നാട്യത്തിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഒരാളെ എയിം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണണമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ അതെവിടെ എങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ അത് ലോകധർമ്മയാണ്, നമ്മൾക്ക് ഉടനെ കാണും. പക്ഷേ നാട്യധർമ്മിൽ അതല്ല, നമ്മൾ തിരയുകയാണ്, ശരീരം കൊണ്ട് തിരയുക. നമ്മൾ ഒരാളെ മുന്നേ എളുപ്പം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കാണാത്ത ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുക, അത് ഈ ഇരിക്കുന്ന ആഡിയൻസിന് അത് മനസ്സിലാക്കണം അല്ലേ. അവർക്ക് അത്രയും സമയം കൊടുക്കുക. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത്രയും നമ്മൾ ഓടി നടന്നല്ല പോണേ. നമ്മൾ ശരീരം കൊണ്ട് തന്നെ, മെയ്വഴക്കം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ, നമ്മളെ ഭാവാഭിനയങ്ങളിലൂടെ തന്നെ അത് കണ്ടുപിടിക്കണം. അപ്പോൾ കാണുന്നില്ല, പക്ഷെ കണ്ടു. ഇതെവിടെ നിന്ന് കണ്ടു? നമ്മൾ ഇത്രയും ചുറ്റി നടന്നതാണ്. അതിനെ നാട്യത്തിൽ ഉൾപ്പെടുത്തുകയാണ് അല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നാട്യധർമ്മം അത്രയും ബോഡി ലാംഗ്വേജ് കൊടുത്ത് നമ്മളതിനെ ആ ഒരു രീതിയിൽ ഉള്ള നമ്മൾ ചെയ്യുന്ന ആ ചെയ്ത്തിനെയാണ്. അതിൽ വായ്ത്താരി വരും, ചൊല്ലുകൾ വരും. പിന്നെ ഞാൻ നേരത്തെ ഇതിപ്പോൾ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞില്ലേ, ശാകുന്തളത്തിലെ ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, ഉത്കണ്ഠയാണ്. അതൊക്കെ ലോകധർമ്മിയിൽ വരുമ്പോൾ ഇത്രയും ദീർഘമില്ല, വളരെ ചുരുങ്ങിയ ഒരവസ്ഥയിൽ നമ്മൾ പറഞ്ഞ് ശരിയാക്കുകയാണ്. പക്ഷേ നാട്യധർമ്മിയിൽ വരുമ്പോൾ തന്നെ അത്രയും ഒരു വിശാലമായിട്ട് നമ്മൾ അത്രയും വളരെ ദീർഘമായ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തിയ ഒരു പ്രസൻറ്റേഷനാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്കിൽ മാത്രമേ, അതും ചിലപ്പോൾ ഈ നമ്മൾ പുറംനാട്ടിലൊക്കെ പോകുമ്പോൾ അവർ ഓരോ നാടകങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. നമ്മളിപ്പോൾ ഭോപ്പാലായാലും ശരി, ഡൽഹി ആയാലും ശരി, അവർ കാവലസ്ഥാൻ്റെ നാടകം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സംസ്കൃതം മെയിനായിട്ട്, മലയാളമായിരുന്നല്ലോ അത് തന്നെയാണ്, സംസ്കൃതമായിരുന്നാലും ശരി. എനിക്കിപ്പോൾ തരുന്ന ഓരോ റോളിലും അതിൻ്റേതായ ചില ഡയലോഗ് പ്രസൻറ്റേഷനിൽ അതിൻ്റേതായ ഒരു നാട്യധർമ്മി സ്റ്റൈല് സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും തനത് നാടക രീതിയാണത്, സാറിൻ്റേതായ ഒരു രീതിയാണ് അതാണ്. പക്ഷേ എല്ലാ സംഘടനയ്ക്കും അത് അങ്ങനെയുള്ളൊരു രീതി നാടകം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്നുവെച്ചാൽ അത്രയും നമ്മൾ വളരെ റിഹേഴ്സലെടുത്ത് കാര്യങ്ങളുടെ ആ ശരീരവും അല്ലെങ്കിൽ മനസ്സും നമ്മുടെ എല്ലാം അതിലേക്ക് ആ നാട്യധർമ്മിയിൽ വഴങ്ങിയെടുത്താൽ മാത്രമേ ആ നാട്യധർമ്മി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഡയലോഗ് പ്രസൻറ്റേഷനും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതുണ്ടല്ലോ ഇതിൽ തന്നെ തെയ്യത്തിൽ, ഞാനിപ്പോൾ ആദ്യത്തെ ഒരു സംഭവം, ഇതെല്ലാം എനിക്ക് അവിടെ നിന്ന് വരുന്നതാണ്. കറ്റച്ചെഞ്ചട മുടിയ എന്ന് പറയാം. അതിൽ പറഞ്ഞ കറ്റച്ചെഞ്ചട മുടിയ, ഒറ്റക്കൊമ്പൻ ഉടയോനെ ഓമനയാ ഗണപതിയേ. ഇത് ലോകധർമ്മിയിൽ വരില്ല. കറ്റച്ചെഞ്ചട മുടിയ, ഒറ്റക്കൊമ്പൻ മുടയൻ. പക്ഷെ ഇതിൽ നമുക്ക് അത്രയും വിശാലമായിട്ട് വിസ്താരം, ആ ഒരു വ്യത്യാസം ഇതിനകത്ത് വരുന്നുള്ളതാണ്. അതെല്ലാം സാറിൻ്റേതായ ഒരു തനത് സ്റ്റൈലാണ്. പക്ഷെ നമുക്കത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഇപ്പോൾ നമ്മൾ ആര് ചെയ്തിരുന്നാലും ഇപ്പോൾ അവിടെ നിന്നുള്ള കലാകാരന്മാരെല്ലാം ഈ സംഭവം വരും. അപ്പോൾ അത് തന്നെയാണ് ഈ തെയ്യത്തിലും കേട്ടിട്ടുള്ളത്. ഇപ്പോൾ തെയ്യത്തിൽ ഇത് കവാല സാറിൻ്റെ വരിയല്ല എങ്കിൽ പോലും ഇത് തെയ്യത്തിലുള്ള സംഭവമാണ്. ഇപ്പോൾ കറ്റച്ചെഞ്ചട മുടിയ എന്ന് പറഞ്ഞാൽ കറ്റച്ചെഞ്ചട മുടിയ അയ്യപ്പനെ വെച്ചാൽ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു കറ്റയുടെ രീതിയിലാണ് ഒരു കറ്റ നമ്മൾ മുറിച്ചെടുത്ത് കഴിയും. അത് ചെഞ്ചട, ചുവന്ന ജട പോലെ ഇരിക്കുന്ന കറ്റച്ചെഞ്ചട മുടിയാ. ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ ചെയ്തപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടി. കറ്റച്ചെഞ്ചട മുടിയാ കൺകണ്ട പുത്ര, കൺകണ്ട മകനെ എന്ന് ചോദിക്കും. അടുത്ത ഗണപതി, ഒറ്റക്കൊമ്പുടയോനെ ഓമനയാ ഗണപതിയേ. കയ്യാലെ അമൃത് ചെയ്തു, അമൃത് ചെയ്തു, അമൃത് ചെയ്തു. ഈ സാധനം നാട്യധർമ്മിയുടെ അവസ്ഥയാണ്. അതിൻ്റെ വ്യത്യാസമാണ് വരുന്നത്. അത് നമ്മുടെ എല്ലാ സാറിൻ്റെ നാടകങ്ങളുടെയും ആ രീതി തന്നെ, ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഏകദേശം
ശരീരം, നമ്മുടെ ബോഡി എങ്ങനെ നമ്മൾ മൂവ്മെൻറ്റ്സ് ചെയ്യുന്നു അത്രയും ഡയലോഗ് ഉണ്ടാവും. അത്രയും മാത്രം വളരെ ഡീപ്പായിട്ട് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ചെയ്ത്തിൽ കൂടി അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത്രയും എക്സ്പ്രസീവ് വേണം 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 ആൾക്കാരുടെ ഉള്ളിലേക്ക് വേണം. അത് വേണം. നമ്മൾ അത്രയും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അതാണ് മോഹൻലാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവാല സാറിൻ്റെ നാടക ചെയ്യുന്നത് നമ്മൾ സീരിയലും സിനിമയും കാണുന്നത്. അത് സാറ് പറയാറുണ്ട്, സീരിയലിൽ പോകണോ ആ കറ ഇവിടെ വേണ്ട, സിനിമയിൽ പോകണോ ആ കറ ഇവിടെ വേണ്ട, വിട്ടോളൂ. കാരണം രണ്ടും വളരെ ഡിഫറൻ്റാണേ, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ നാരായണ പണിക്കർ സാറിന്, കാവൽ നാരായണ പണിക്കർ സാറിൻ്റെ നാടകത്തിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും സിനിമ ഇപ്പം നമ്മളിൽ തന്നെ ഒരുപാട് പേര് വലിയ ഡയറക്ടർമാരും അഭിനേതാക്കളും പോയിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ നിന്നിട്ട് മാത്രം പോയി അവിടെ വലിയ ഡയറക്ടർമാരായിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. നമുക്കൊരു സിനിമയിൽ നമ്മളെ വിളിക്കുന്നില്ല, എന്താ കാര്യം? നമുക്ക് ഇതാണ് നമുക്ക് വിധിച്ചത്, അല്ലേ? അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ സ്റ്റൈലിൽ പോയി അവർ ഇവിടുന്ന് പോകത്തില്ല ചിലപ്പോൾ. ഇപ്പോൾ ഈ ബിജു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരുപാട് നാട്യധർമ്മിയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത പുള്ളിയാണ്. പുള്ളിയുടെ സ്റ്റൈലിലാണ് ഇപ്പോൾ ഈ മുഴുവൻ ചെയ്തിരിക്കുന്നത്. വളരെ ഡിഫറൻ്റാണ്. പക്ഷേ ആ മേഖലയിൽ അതേ പോവും. നാട്യധർമ്മി കൊണ്ട് സീരിയൽ കാണിക്കാൻ പറ്റുമോ? സിനിമയെ കൊണ്ട് കാണിക്കാൻ പറ്റുമോ? അത് നമ്മൾ ക്ഷേത്രത്തിൽ പോലും ആരും വിളിക്കാറില്ലല്ലോ നാടകത്തിന്. ക്ഷേത്രത്തിൽ നിന്ന് വില പോലെ അവർക്ക് ദഹിക്കത്തില്ല. അതാണ് അതിൻ്റെ വേറെ. പിന്നെ ക്ഷേത്രത്തിലേക്കുള്ള നാടകങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒറ്റയാനൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാം. അത്ര വലിയ നാട്യധർമ്മി അതിനകത്ത് ഉൾപ്പെടുന്നില്ല, അതിനകത്ത് കയറ്റുന്നില്ല. എല്ലാം ഒരു പകുതി ഭാഗം ഒക്കെ അതിനകത്തുള്ളൂ. എല്ലാം ലോകധർമ്മി സ്റ്റൈലിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി നാടകമുണ്ട്. നമ്മൾ ഈ നാട്യധർമ്മി രീതിയിൽ ഉള്ള ആ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം സാധാരണ ഒരു ലോകധർമ്മിയിലുള്ള പോലെ അല്ലല്ലോ, വ്യത്യാസമല്ലേ? വളരെ വ്യത്യാസമാണ്. അപ്പം ഇങ്ങനെയുള്ള നാടകങ്ങൾ, ഈ നാട്യധർമ്മിയിൽ ചെയ്യുന്ന നാടകങ്ങൾ കാണുന്ന ആസ്വാദകരുടെ തലം അത് ഏത് തരത്തിലുള്ളവരായിരിക്കും അതിനെ ആസ്വദിക്കുന്നത്? ഇല്ല, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നാടകത്തിൽ നമ്മുടെ സോപാന സാറിൻ്റെ നാടകങ്ങൾ വയ്ക്കുന്ന, കമലസാറിൻ്റെ നാടകം വയ്ക്കുന്നെല്ലാം ഡൽഹി NSD അവരാവശ്യപ്പെടുന്ന നാടകമാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് നമ്മുടെ ശരിക്കുള്ള NSD. അപ്പോൾ അതിലുള്ള സ്റ്റുഡൻസ് തന്നെ ഉണ്ടല്ലോ, അവിടെ തന്നെ നാടക കളരി തന്നെ അവർക്കുണ്ട്, എല്ലാ അക്കാദമിയിലും ഉണ്ട്. അപ്പോൾ അവരുടെ രീതിയിൽ, പക്ഷേ ഇതുപോലെ ആകണമെന്നില്ല. അത് കാവാല സാറിൻ്റെ അതേ തന്നെ അത് സ്റ്റൈലിലല്ല അവർ അഭിനയിച്ചു തുടങ്ങിയില്ല. പക്ഷേ നമ്മളെ നാടകത്തിന് പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അവർ നമ്മൾ ക്ഷണിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാവാലസാറിൻ്റെ നാടകം തന്നെ കർണഭാരവും മറ്റുള്ള ഒത്തിരി നാടകങ്ങൾ വേറെ ടീം എടുത്ത് ഡയറക്ടർമാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നാട്യധർമ്മിയുടെ ആ ഒരു അവസ്ഥയിൽ അല്ല അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുമോ വെച്ചാൽ, എക്സാമ്പിൾ കൊറിയയിൽ പോയിരുന്നു ഞങ്ങൾ. കൊറിയയിൽ പോയി നമ്മൾ നാടകം ചെയ്തപ്പോൾ മലയാള നാടകം കൊണ്ടുപോയത്. അപ്പോൾ എങ്ങനെ അത് മലയാള നാടകം മറ്റേതാണ് മായാ സീതാംഗം എന്നൊരു നാടകമാണ്. അതിൽ രാവണൻ്റെ 5 തല വരുന്നുണ്ട്, അതിലൊരു തല ഞാനാണ്, അതിൽ മീൻ വേറെ ഉണ്ട്. അപ്പോൾ ഇത് മലയാളത്തിൽ പോകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അപ്പോൾ കാവാല സാർ എന്നെ ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് നാട്യധർമ്മിയാണ്. മലയാളമാണെങ്കിൽ നാട്യധർമ്മിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ മൂവ്മെൻറ്റ്സ് എല്ലാം അതാണ്. വൈത്തരിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, അത് നാട്യധർമ്മിയാണ്. പക്ഷേ ഈ നാട്യധർമ്മി എന്തെന്ന് ലോകധർമ്മി എന്തെന്ന് ഈ കൊറിയൻ പാർട്ടീസിന് അറിയില്ലല്ലോ. പക്ഷേ അവർ കാവാല സാറിൻ്റെ നാടകം വേണമെന്നുള്ളൊരു തീരുമാനത്തിലാണ് വിളിക്കുന്നത്. എന്തെങ്കിലും അതിനെപ്പറ്റി അറിവില്ലാതെ അവർ ചെയ്യില്ല. ഇതിനെങ്ങനെ മനസ്സിലാകുന്ന അവരുടെ കൊറിയൻ ഭാഷ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി പൊക്കോട്ടിരിക്കും. സാറ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, അവരുടെ കൊറിയൻ ഭാഷയിൽ സ്ക്രീനിൽ നമ്മളത് അവതരിപ്പിക്കുന്നു. പക്ഷെങ്കിൽ പോലും ഏത് ഭാഗത്തും അവരുടെ കയ്യടിയാണ് നമുക്ക് കംപ്ലീറ്റ് റെസ്പോണ്ടായിരുന്നു. നമ്മളിവിടുത്തെ തിരുവനന്തപുരത്തും ഒക്കെ അവരുടെ അടുത്ത് നമ്മൾ നാടകം അത്രമാത്രമില്ല. പക്ഷേ അവരുടെ അപ്പം നമുക്ക് അത് തന്നെ ഒരു ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കരമായൊരു സന്തോഷമാണ്. കാരണം എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാകാതെ അവർ കൈയടിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അത്രയും മാത്രം അവർ നമുക്ക് റെസ്പോൺസ് ചെയ്യണമെങ്കിൽ അതിന് കംപ്ലീറ്റ് ഒരു ഉൾക്കൊണ്ട് താല്പര്യമുള്ളവരാണെന്നാണ്. അപ്പോൾ അത് നാട്യധർമ്മിയാണെന്നുള്ള ഭാവത്തിലാണോ അല്ലെങ്കിൽ ലോകധർമ്മിയാണെന്നുള്ള ഭാവത്തിലാണോ എന്ന് നമുക്ക് അത്രയും മാത്രം വിസ്തരിക്കാൻ കഴിയില്ല. പക്ഷേ എന്തായാലും അവർ എല്ലാവർക്കും മനസ്സിലായിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ നാട്യധർമ്മിയാണെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്, അല്ലേ? നമ്മൾ ഈ കറങ്ങിത്തിരിഞ്ഞ് വരുന്നതിൽ അല്ലെങ്കിൽ മൂവ്മെൻറ്റ്സിൽ നമ്മൾ ഒരു കഴിഞ്ഞ് വരുന്ന ഡയലോഗ് പ്രസൻറ്റേഷനിൽ പോലും അവർക്ക് വ്യക്തമാകുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ തിരിച്ച് നമുക്ക് ആ ഒരു കയ്യടി അവർ പാസ്സാക്കുന്നത്. അപ്പോൾ ആ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് എന്നും പറഞ്ഞ്, അതേസമയം നമ്മൾ ഡൽഹിയിൽ അക്കാഡമികളിലും ക്ഷണിക്കുന്നത് നിങ്ങൾ ഇന്ന നാടകം കൊണ്ടുവരണം, ഇന്ന നാടകം അദ്ദേഹത്തിന് അവർ തന്നെ പറയുകയാണ്, അക്കാഡമി പറയും നിങ്ങൾ ഇന്ന നാടകം മതി, സംസ്കൃത നാടകം മതി എന്ന് പറഞ്ഞാൽ അവർ അഡ്വാൻസിൽ അവർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു താല്പര്യമോ അല്ലെങ്കിൽ അറിവോ ഇല്ലാണ്ട് അവർ വിളിക്കത്തില്ല. അപ്പോൾ അവർക്ക് ആഗ്രഹമാണത്, അത് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറെ സംഭവം എടുത്തു പറയേണ്ട സംഭവം, കാവാല സാറിൻ്റെതായ രീതിയിൽ സ്റ്റൈലിൽ ഇപ്പം മറ്റുള്ളവർ ചെയ്യുമോ എന്നുള്ളത് ചെയ്യുന്നില്ല. അതുകൊണ്ടാവാം ചിലപ്പോൾ ആ വ്യത്യസ്തമായ ഒരു നാടകം കാണാൻ അവർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി കാണാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്.
അതല്ലേ ഇതേ സ്റ്റൈലാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇതിനെ ആഗ്രഹിക്കില്ലല്ലോ, അതല്ലേ ചെയ്യാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും കവാല സാറിൻ്റെ ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്, അത്രയും കവാല സാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ക്ലാസ് കോച്ചിങ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമുക്ക് ഇത് ഇപ്പോൾ എൻ്റെ അവസ്ഥ പറയുമ്പോൾ എൻ്റെ ജീവിത അവസാനം വരെയും കവാല സാർ തന്നിട്ടുള്ള നാടകങ്ങൾ അത് തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നതും അതേ സ്റ്റൈൽ തന്നെയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എങ്ങനെ കവാല സാർ ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു പോകുള്ളൂ. ഇനി ദിവസം വേറൊരു ഡയറക്ഷൻ വന്നാൽ ആ ഡയറക്ടർ വരുവാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ രീതിയിലായിരിക്കും അത് ചെയ്യുന്നത്. ഇതുപോലെ വരണമെന്നില്ല. ചിലപ്പോൾ ആ പുള്ളി ഇഷ്ടപ്പെടുന്നത് ആ രീതിക്കായിരിക്കില്ല. ഞാനിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കും ഇന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നാട്യധർമ്മി ചെയ്തവന് ദ്രോധർമ്മി ചെയ്തുകൂടെ എന്ന് പറഞ്ഞാൽ ചെയ്യാം, നമുക്ക് ചെയ്യാം. അത് ചെയ്തവൻ ഇത് ചെയ്യാം. അത്രയും റിസ്ക് എടുത്ത് ബോഡി അത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സംഭവം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സാമ്പിളാണ് ഈ ഒറ്റാൻ എന്ന നാടകം, ദൈവത്താറ്, ഇതൊക്കെ അതിൽപ്പെടുന്ന സാധനങ്ങൾ. ദൈവത്താറൊക്കെ അതിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആര് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ധാരണയില്ല. അവർ നമ്മളിപ്പോൾ ഒരു അക്കാഡമി ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടകം ഇവിടെ ചെയ്യുകയാണ്. പക്ഷെ അവർ വീണ്ടും അടുത്ത വർഷം വിളിക്കണമെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ വിളിക്കുന്നത്. സാറിൻ്റെതായ ഒരു തനത് നാടക സ്റ്റൈല് അവരിഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കവാല സാറിൻ്റെ നാടകം വയ്ക്കുന്നത്. പക്ഷെ നല്ല ഓഡിയൻസുമാണ്. സ്റ്റുഡൻസൊക്കെ നമ്മളിതിൽ പ്രോഗ്രാമിൽ നാടകം നമ്മളെല്ലാം വന്ന് വളരെ രീതിയിലാണ് നമ്മളെ ഷേക്കൻഡ് വരുന്നത്. നന്നായിട്ടുണ്ടോ അപ്പോൾ മനസ്സിലാകത്തോണ്ടല്ലോ, ഇഷ്ടപ്പെടാത്തതുകൊണ്ടും അല്ലല്ലോ. നമ്മളങ്ങനെ ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അത് പറയാൻ പോകുന്നത് അല്ലേ. അതുകൊണ്ട് സാറിൻ്റെതായ രീതി നാടകങ്ങളെല്ലാം ഒരു വ്യത്യസ്തം തന്നെയാണ്, ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. വേറൊരാൾ ചെയ്യുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം നമുക്കത് സ്പഷ്ടമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. നമ്മൾ കാണുന്നതൊക്കെ ആ രീതിയിലല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവാലസിൻ്റെ നാടകങ്ങൾ ഒത്തിരി വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അടുത്ത്. പക്ഷെ അവരുടെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ നാട്യധർമ്മിയിൽ ശൈലി കൊണ്ട് എത്തിക്കാൻ പറ്റുന്നില്ല. ഈ കവാലം സാർ എന്ന് പറയുന്നത് നാടകത്തിലെ ഒരു കുലപതി ആചാര്യൻ തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ശേഷം നാരായണ പണിക്കർ സാറിന് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്തായിരിക്കും? ഇതൊക്കെ നമുക്ക് നേരത്തെ ഈ സാറിൻ്റെ ഈ നമ്മളിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് മുമ്പ് നമ്മളെല്ലാം ചിന്തിച്ചു തുടങ്ങിയ സംഭവമാണിത്. കാരണം അദ്ദേഹം പോയാൽ, കാരണം അതിൻ്റെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഞാൻ രംഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇപ്പം മറ്റൊരാൾ ഞാൻ ചെയ്യുന്ന വേഷം, ഈ സാധനം എനിക്ക് മുമ്പ് ചെയ്ത വേഷം ചെയ്യുന്ന വ്യക്തി ചെയ്യുന്ന സാധനം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാർ എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവങ്ങളാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം ചെയ്യുമ്പം അവൻ്റെ കഴിവ് സാറ് അതിൽ കൂടെ നന്നായിട്ട് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതും കൂടെ കൊടുത്താൽ പുള്ളി ചെയ്യും എന്ന് സാറിൻ്റെ ആന്തരികമായിട്ടൊരു വിധി എഴുത്തലാണ്. പക്ഷെ അങ്ങനെ ഉണ്ട്. ഈ ഊരുഭംഗത്തിൽ സുയോധനൻ വീണ് കിടക്കുമ്പോൾ ഞാൻ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ സാറ് പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് വെള്ളി കടത്തിക്കൂടെ എന്ന് ചോദിച്ചു. വെള്ളി മീൻ അറിയാമല്ലോ, സൗണ്ട് മാറ്റി അല്ലേ. അപ്പോൾ അത് സംസാരിക്കാൻ ഞാൻ പറ്റും സാർ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സാർ? കാരണം മുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് അതില്ല. ഞാനത് തെയ്യത്തി കയറ്റിയിട്ടുണ്ട്. ഈ വെള്ളി ഇപ്പോൾ കണ്ടില്ലേ ആ സാധനം. അപ്പോൾ സാറ് പറഞ്ഞു ആ ഒരു വിളിയിൽ ആ ഒരു ഇത് പറ്റുമോ? നമ്മൾ പറ്റും സാർ, അതെനിക്ക് തന്നതാണ്. ഞാനതിപ്പോൾ പറയുന്നത് എനിക്ക് നഷ്ടമായി എന്നാണ് പറയണേ സാറ്. അദ്ദേഹം ഉണ്ടായിരുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ള സാധനങ്ങൾ അല്ല എന്നെ കൊണ്ട് ചെയ്യാൻ ആ ഒരു ഗുരു അല്ല വേറെ ആൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിചാരിക്കുക എനിക്ക് തോന്നുന്നില്ല. കാര്യം തോന്നുന്നില്ല എന്നുള്ളതല്ല, അങ്ങനെ ഒരാൾ അത്രയും മാത്രം എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഓരോ ഡയലോഗിലും അല്ലെങ്കിൽ ഓരോ വേഷത്തിലും ഇന്ന ആളാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പുള്ളിയുടെ കഴിവ് അനുസരിച്ച് അദ്ദേഹം തന്നെ, കാരണം ചിലപ്പോൾ ഇതിൽ തന്നെ ഇല്ലാത്തതായിരിക്കും, സ്ക്രിപ്റ്റിൽ തന്നെ ഇല്ലാത്തതായിരിക്കും. അപ്പോൾ സാറിങ്ങനെ രണ്ട് കാലം വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഗുഡ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്താൽ എന്താ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറ്റും സാർ. പറ്റിയില്ലെങ്കിലും പറ്റുമെന്ന് പറയണം, നമ്മൾ ശ്രമിക്കണം. സാറ് വിധി എഴുതുകയാണ്, നിന്നെക്കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാധനം നമ്മളെ കൊണ്ട് ചോദിച്ചു. അതെല്ലാം നാട്യധർമ്മിയിൽ സ്റ്റൈലിൽ പോകുന്നതാണ്, വ്യത്യസ്തമാണ്. അത് ലോകധർമ്മിയിൽ വേണമെന്നില്ല ഈ ശബ്ദം. സാധാരണ ലോകധർമ്മിയിൽ ഈ ശബ്ദം വേണ്ട, നാട്യധർമ്മിയിൽ അത് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തെയ്യം തന്നെ സാർ എന്നെ ഏൽപ്പിച്ച് വിട്ടതാണ്. സാറ് പോയതിനു ശേഷം ആ സാറിൻ്റെ പേരിൽ ആ ഗുരു എന്നുവെച്ചാൽ കാവാലം നാരായണ പണിക്കരുടെ ശിഷ്യൻ അവതരിപ്പിക്കുന്ന ഗുളികൻ തെയ്യം എന്ന് പറയുന്നത് തന്നെ സത്യത്തിൽ അദ്ദേഹം പോയിട്ടില്ല, എൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അല്ല, ആ ഒരു നാമത്തിലാണ് ബ്രോഷറിലും നോട്ടീസിലും ഒക്കെ മൈക്കിൽ കൂടെ വരുമ്പോൾ തന്നെ ഞാൻ വേറൊരു രീതിയിലാണ് ആയി മാറുന്നത്. എൻ്റെ ഗുരു എനിക്ക് തന്നിട്ട് പോയതാണ്. കാവാലൻ സാറിൻ്റെ ശിഷ്യനാണെന്ന്. കാരണം മറ്റുള്ള കഥാപാത്രം ഞാൻ പോകുമ്പോൾ ആരെയും അവഗണിക്കല്ല. എൻ്റെ തിയേറ്ററിലുള്ള നടന്മാർ പോയി വേറെ ചെയ്യുമ്പോഴത്തേക്ക് സോപാനം
ഇന്ന ആൾ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ സോപാനം ബിജു, അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറയണം, മൈക്കിൽ കൂടെ അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കതല്ല, എൻ്റെ ബ്രോഷറിൽ കൂടെ ഓൾറെഡി ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏത് ബ്രോഷർ, തെയ്യത്തിൻ്റെ ഏത് ബ്രോഷർ തന്നെ കോമൺ കാവാലം നാരായണ മണിക്കുന്ന ശിഷ്യൻ അവതരിപ്പിക്കുന്ന ഗുളികൻ തെയ്യം, അതല്ലേ എനിക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ അത് അദ്ദേഹം തന്നിട്ട് പോയതായിരിക്കും, നീ ഇത് വെച്ചോ എന്നാണ് ആ തെയ്യം എനിക്ക് തന്നിട്ട് പോയതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആദ്യമേ തന്നെ എന്നെ പരിഷ്കരിച്ചെടുത്ത ഈ ശബ്ദ ചേഞ്ചസ്, ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഒരു നല്ലൊരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഈ സാധനം കയറ്റിക്കൂടെ, നമുക്ക് കയറ്റാൻ പറ്റും സാർ, എന്നാൽ ചെയ്യും, അതൊരു തൃപ്തിയാണ്. അതുപോലെ മൂവ്മെൻറ്റ്സിൽ തന്നെ ആക്ഷൻസ് തന്നെ ഒരുപാടുണ്ട്. നമ്മൾ സാറ് നടന്നു വരുമ്പോൾ തന്നെ വന്നിട്ട് അത് എനിക്ക് കിട്ടിയ സാധനങ്ങളാണ്. തിരിച്ചിട്ട് ഇദ്ദേഹം അവിടെ കിടക്കും, ഞാൻ ആ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നോക്കിക്കേ, ചവിട്ടി നിൽക്കാൻ പറയും. അതെൻ്റെ ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് മൂവ്മെൻറ്റിൻ്റെ ഭാഗം അനുസരിച്ച് സാർ ഇഷ്ടപ്പെടുന്ന അങ്ങനെ കൂടെ ഒരു സാധനം കയറ്റത് എന്ന് പറയും. പറ്റില്ലേ? അത് പറ്റും, അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചവിട്ടി ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ഞാൻ 1-2 ഭാഗത്ത് പല ഇതിലും എനിക്ക് തന്നിട്ടുള്ള സാർ, അതെല്ലാം സാറിൻ്റേതായ പ്രസൻസ് എനിക്ക് കിട്ടിയ വളരെ വളരെ ഒരു എന്താ പറഞ്ഞാൽ ഒരു അവാർഡ് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൊമെൻറ്റോ തന്നെ ആ സമയത്തേക്ക് എനിക്ക് തന്നിട്ടുള്ളത്. ശരിക്കും ഒരു ഗുരുവിനെ അറിയാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രഹ്മാവ് മനസ്സിനെ സൃഷ്ടിക്കുന്നെങ്കിൽ കാവാല സാറ് കലാകാരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു മഹാനാണ് എന്നാണ് എൻ്റെ അനുഭവം പറയുക. കാരണം എത്ര വേഷം എനിക്ക് നല്ല വേഷമല്ല, അദ്ദേഹത്തിൻ്റെ വായ്മൊഴിയിൽ നിന്ന് വന്നത് കോമളം ചെയ്യട്ടെ കോമളം ചെയ്യട്ടെ കോമളം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ തന്ന നന്നാവും എന്നൊരു വാക്ക് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ നന്നാവും, നന്നായിട്ടുണ്ട്. അത് പല രീതിയിലും സാറ് വന്ന് എനിക്ക് അതിൻ്റെതായ നല്ല സന്തോഷം തന്നത്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ശ്രമിച്ചാൽ ഇനി നന്നാവും എന്ന് ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ലല്ലോ, എന്നെ സാറല്ലേ കഴുകിയെടുത്തത് അല്ലേ. നിസ്സാരം ഒരു കലാകാരനായിരുന്നു, പക്ഷേ ആ കലാകാരത്തിന് ലോകം അറിയപ്പെടുന്ന ഒരു സംഗീത അക്കാദമിയിലെ ഒരു നടൻ. കാരണം എനിക്ക് വേഷവും കിട്ടി, മെയിൻ വേഷങ്ങളാണ് എനിക്ക് തരുന്നതെല്ലാം. ശൂർപ്പണക ആയിക്കോട്ടെ, ഹിഡുമ്പ ആയിക്കോട്ടെ, ദുർവാസാവ് ആയിക്കോട്ടെ, തെയ്യം ഗുളികൻ തെയ്യം ആയിക്കോട്ടെ, മറ്റേ ഇതിൽ ഒറ്റയാനിൽ കാട്ടുമുപ്പൻ, ഇതൊക്കെ ഒരു മെയിൻ വേഷങ്ങളാണ്, മെയിൻ അറിയപ്പെടുന്ന വേഷങ്ങളാണ്. പോയിട്ട് മുമ്പ് വരുന്നുള്ള ഈ തെയ്യം എന്നുള്ളതിൽ ഒരു വേഷമുണ്ട്, ഓർക്കുന്നില്ല, അതിലൊരു വേഷമുണ്ട്, അത് മെയിൻ വേഷമാണ് തെയ്യത്തിൽ. സൽഗുണി എന്നുള്ള വേഷം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു സംഭവം. ഒരു മകള് നമ്മളിൽ നിന്ന് മാറി വേറൊരു വ്യക്തിയിൽ കൂടി ഒളിച്ചോടുന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി ഇതുണ്ട്. അങ്ങയുടെ ഈ ജീവിതവും അഭിനയം, കല ഇതെല്ലാമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ എപ്പോഴാണ് ഈ ഭക്തിയുടെ ഈ മാർഗത്തിലേക്ക് കടന്നു വന്നത്? ഭക്തിയുടെ മാർഗം എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുനാളിലെ എനിക്ക് എൻ്റെ അമ്മയിൽ നിന്നും ഞാൻ കണ്ടു കിട്ടിയതാണ്. സന്ധ്യാസമയത്ത് എൻ്റെ വളരെ കുഞ്ഞുനാളിലാണ്, ഞാൻ 2-ലോ 3-ലോ പഠിക്കുന്ന കാലമാണ് തോന്നുന്നു. അതാണ് എല്ലാത്തിനും ഒരു വ്യത്യാസമായിട്ട് എനിക്ക് വന്നെന്ന് പറയുന്നത്. ഞാൻ 2ാം സ്റ്റാൻഡേർഡ് 3ാം സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ സന്ധ്യാസമയത്ത് ഒരു കാവുണ്ട്, ആ കാവിൽ എണ്ണ കൊണ്ടൊഴിക്കാൻ പറയും. ചെറിയൊരു ചുട്ടി നേരിയതാണ്, കാരണം കുഞ്ഞായതുകൊണ്ട് പിന്നെ അധികം ഇതൊന്നും വേണ്ടല്ലോ, ഒരു നേരിയത്. എനിക്കിപ്പോഴും നല്ല ഓർമ്മ, ഞാനത് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിൽ എന്നെയാണ് ഏൽപ്പിക്കുന്ന അമ്മ. ഒരു കാവെന്ന് പറയും, ഏകദേശം 1 കിലോമീറ്ററോളം വരും. അപ്പോൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാൻ നീ എണ്ണ കൊണ്ട് കൊടുത്തിട്ട് വന്നു. നീലഞ്ചൽ ദേവീക്ഷേത്രം എന്നാണ് എൻ്റെ കുടുംബക്ഷേത്രമാണ്, അവിടെ വലിയ പനയൊക്കെ ഉണ്ട്. ഇപ്പോഴേ കോവിലൊക്കെ വളരെ പുനരുദ്ധാരണം ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ എണ്ണ തന്നുവിടും. ഈ എണ്ണയും കൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ പോകും. അന്ന് എനിക്ക് ഭയമൊന്നുമില്ല, കാവക്കല്ല, എങ്കിലും എനിക്ക് ആ ഒരു എന്തോ എനിക്ക് അതാണ് ഒരു ശക്തി എന്ന് പറയുന്നത്. തിരിച്ച് നീ ഈ മേഖലയിൽ വരാൻ പോവുകയാണ്, അതിൻ്റെ മുന്നോടിയായിട്ടാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് അപ്പോഴേ തോന്നി. ഭക്തി എന്തായാലും അടിസ്ഥാനമായിട്ട്. അപ്പോൾ അങ്ങനെ എണ്ണയും കൊണ്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കും. ഇങ്ങനെ സ്ഥിരം കൊടുത്ത് അങ്ങനെ ഒരു പ്രത്യേക അമ്പല ദർശനം എനിക്ക് ഒരുപാട് കിട്ടിത്തുടങ്ങി. ഒന്ന്. രണ്ടാമത്തെ എൻ്റെ അമ്മ സന്ധ്യാസമയത്ത് വിളക്കിൻ്റെ മുമ്പ് ഒരു നാമം ജപിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എപ്പോഴും. എൻ്റെ അമ്മയുടെ പാട്ട് എനിക്ക് വളരെയധികം, എൻ്റെ സഹോദരങ്ങൾ തന്നെ പറയാറുണ്ട്, അമ്മ സന്ധ്യാസമയത്തിന് നാമം ജപിക്കുന്ന അണ്ണന് ഒരുപാടങ്ങ് കിട്ടി, നമുക്കൊന്നും അത് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോഴും എൻ്റെ ഒരു അസൂയ പോലെ തന്നെ പറയാറുണ്ട്. ഞാൻ പക്ഷേ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ രീതി തന്നെയാണ് നാമം ജപിക്കുന്നത്. പക്ഷേ അങ്ങനെ വന്ന് എനിക്ക് ദൈവികമായിട്ട് കുറേ എന്തോ എനിക്കൊരു ശക്തി അങ്ങനെ കയറി. അത് കാലക്രമേണ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോവുകയും അന്ന് ഞാൻ പറയില്ല, അപ്പോൾ തന്നെ ഭജനയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. നാമജപങ്ങളും ഭജനയൊക്കെ അന്ന് തന്നെ ഉണ്ട്. അത് വന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കോമൺ ആയിട്ടുള്ള ഒരു രീതിയാണ്, അതിൽ വ്യത്യസ്തമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യത്യസ്തം. അങ്ങനെ അമ്പലങ്ങളിൽ പോവുകയും, ഞാൻ പറയില്ലേ ശബരിമലയിൽ തിരുവനന്തപുരത്ത് നിന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായൊരു പോക്കാണ്. അതിൽ ബൈക്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് അകറ്റം വരെ ഓടിച്ചിട്ടുണ്ട്. എല്ലാം എരുമേലി യാത്രയാണ്, മലബാരമാണ് എൻ്റെ യാത്ര.
മൂക്കുന്നിമലയിലേക്ക് കയറിയിട്ടുണ്ട്, ഒറ്റയ്ക്കൊക്കെ പോയിട്ടുണ്ട്. 2-3 പ്രാവശ്യം പോയി. മൂക്കുന്നിമല ഇപ്പോഴും ഒരു പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ അന്ന് ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ അങ്ങനെയുള്ള ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മല കയറാനൊക്കെ വലിയ ആഗ്രഹം. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കാലത്ത് കഴിഞ്ഞാണ് ഇപ്പോൾ ഞാൻ ജോലി കിട്ടി, മക്കൾ 2 പേരായതിനു ശേഷമാണ് ഈ സത്യസായി ബാബ എന്ന് പറയുന്ന, അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഭജൻ സംഘടനയായിട്ട് ബന്ധപ്പെടുന്നത്. ഒരു സംഘടനയായിട്ട് ബന്ധപ്പെടുന്നപ്പോഴാണ്. അപ്പം നെരുവാമ്പൂട് എന്നുള്ള ഭാഗത്താണ് ആ ഒരു സമിതി ഉള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം അമൃതാനന്ദമയി, എൻ്റെ മകളെ പഠിച്ചത് അവിടെയാണ്, അമൃതാനന്ദമയി കൈമനം. മകൾക്ക് 4-5 പഠിക്കുന്ന കാലത്ത് എന്നെ അവിടെ മേക്കപ്പിന് വിളിക്കും അമ്മ, അമൃതാനന്ദമയിൽ. ഞാൻ അവരുടെ പ്രോഗ്രാം ചെയ്യും. അമ്മ സ്റ്റേജിൽ ഇങ്ങനെ എല്ലാവർക്കും ദർശനം കൊടുക്കുമ്പോൾ എൻ്റെ പുറകിൽ അയ്യപ്പനും വാവരുമാണ് ആദ്യം എനിക്ക് ചെയ്യുന്നത്. എൻ്റെ സിംഹങ്ങളെല്ലാം ഞാൻ വരച്ചുണ്ടാക്കുകയാണ്. അയ്യപ്പനും വാവരും അടുത്ത കുട്ടികളാണ് മേക്കപ്പ് ചെയ്യുന്നത്, ചെയ്ത് ഫ്രണ്ട് ഇരുത്തും. അതുപോലെ പിന്നെ ശ്രീരാമലക്ഷ്മണ ഫാമിലി ഇതൊക്കെ ചെയ്ത്, അതിൽ ഹനുമാൻ്റെ വേഷം ചെയ്ത് അവിടുത്തെ അവിടുത്തെ ടീച്ചറുടെ മകനായിരുന്നു. എനിക്ക് അമ്മ അവാർഡ് തന്നു, കേശ് അവാർഡ്. ഹനുമാനെ വിളിച്ചപ്പോൾ ആരാമോഹനെ ഈ വേഷം ജയിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ പുറകെ നിൽക്കുകയാണ്, മേക്കപ്പ് മാനല്ലോ. അപ്പോൾ ഈ പയ്യൻ ശരിക്കും ഒരു ഹനുമാൻ, അപ്പോൾ ശരീരമൊക്കെ ഒത്തിരി ഗുണ്ട് വയറല്ലേ, അപ്പോൾ മേക്കപ്പ് കറക്റ്റായിട്ട് പക്ക ഇത് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്നെ വിളിച്ചു, നന്നായിട്ടുണ്ടോ, എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അമ്മ, കേശ് അവാർഡ് തന്നു. ആ ഫോട്ടോ എടുക്കുന്നത് ഞാൻ കാണുന്നില്ല, പക്ഷേ എൻ്റെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ഫോറിനേഴ്സ് എടുത്താണ് എന്നെ വിളിച്ചിട്ട് ഈ കേശ് അവാർഡ് തരുന്നതും അമ്മ ആലിംഗനം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ശരിക്കും അന്ന് മേക്കപ്പ്. അപ്പോൾ അന്നേ അമൃതാനന്ദമിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അവിടുത്തെ ഭജന, എനിക്ക് അന്നൊരു ആഗ്രഹം വന്നു. പക്ഷേ എനിക്ക് ഭജന പാടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അവരിലത് പറ്റില്ല. അവർക്കൊരു ടീമുണ്ട്, ഒരു ടീം വർക്കാണ്. അപ്പോൾ ഇവരെ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ അവിടെയൊക്കെ ഇരുന്ന് തോന്നാറുണ്ട്, എനിക്ക് കൂടുതൽ അങ്ങോട്ട് സേവനം ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോഴും തോന്നുകയാണ് എനിക്ക് കൂടുതൽ ഭക്തിയിലോട്ട് കടന്നു പോകണം, ആ നാമത്തിൽ തന്നെ എനിക്ക് ഒരുപാട് ആന്തരികമായിട്ട് തന്നെ ഒരു വികസനം ഉണ്ടാവുകയാണ്. എന്താണെന്ന് എനിക്കറിയില്ല, ഒരു കുളിർമ. എനിക്ക് കൂടുതൽ ഭജൻസ് കേൾക്കണം, പാടണം, കൂടുതൽ പാടണം, അവരോടൊപ്പം ഇരുന്ന് പാടണം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോഴമ്മ പറയുന്നത് പറഞ്ഞാൽ അത് ഒരുപാട് നമ്മളോടൊപ്പം സഹകരിച്ച് വന്ന് ഭജൻസൊക്കെ ഒരുപാട് പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരുപാട് ഒരു ഭയപ്പെടുത്തുന്ന ഒരു രീതിയിലായിരുന്നു അവരമ്മയല്ല, അതിൻ്റെ മറ്റാൾക്കാർ. പക്ഷേ എന്തെങ്കിലും ഞാൻ കാസറ്റ് അന്ന് സി ഡി ആയിരുന്നു, CD കൊണ്ട് വീട്ടിട്ട് കേട്ട് ഹാർമോണിയം കൂടെ വായിക്കും. അന്നൊരു ഹാർമോണിയം എടുത്ത്, കാശില്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാൻഡ് ഹാർമോണിയം 300 രൂപയ്ക്ക് എടുത്താണ് വായിച്ചിൻ്റെ കൂടെ വായിക്കും. പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര പ്രചോദനമായിരുന്നു. അമ്മയുടെ പാട്ട് കേടുന്നപ്പോൾ ഞാൻ വായിച്ചു പോകും. എൻ്റെ വീട്ടിൽ ഞാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഹാർമോണിസ്റ്റ് ആയെന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ബേസിക്കലി കുറച്ച് പഠിച്ചില്ല എന്നുള്ളതല്ല, ഒരു സ്വരസ്ഥാനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും തുടക്കം ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ പാട്ടിൽ കൂടി ഞാൻ ഹാർമോണിയം വായിച്ച് എനിക്കത് എൻ്റെ ശരീരമായിട്ട് അത് വന്നു പോയി. പിന്നെ വലിയ ഹാർമോണിയം എടുക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇരുന്ന് അമ്മയിൽ എനിക്ക് പാടാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണ് നെരുവാമ്പൂട് സമിതിയിൽ ഇങ്ങനെ സത്യസായി ബാബയുടെ ഇതുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്നെ അവിടുത്തെ കൺവീനർ എന്നെ വന്ന് വിളിച്ചത് തന്നെ, ഞാനന്ന് കോവിലൊക്കെ ഭജനയ്ക്ക് പോകുമല്ലോ, പോയി വീട്ടിൽ പൂജാ കാര്യങ്ങളൊക്കെ ഭക്തിയൊക്കെ ഉണ്ട്, അയ്യപ്പൻ്റെ നാമങ്ങൾ എല്ലാമൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേങ്കിൽ പോലും ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞതിന് കാരണം, ഇദ്ദേഹം കൺവീനറാണ്, അദ്ദേഹം ബാങ്കിൽ ജോലിയുള്ള ആളാണ്, ഫെഡറൽ ബാങ്കിൽ. അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിൽ മുട്ടമുടുന്ന ഭാഗത്താണ്, ഈ നെരുവാമ്പൂട്ട് കുറച്ച് അപ്പുറത്താണ്, ഒരു 10-15 സെൻറ്റ് തറയുണ്ട്. എൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ചെടിയാണ്, ഗാർഡൻ. ഈ ഗാർഡൻ കഴിഞ്ഞ് കൊച്ചു വീടാണ്. ഈ വീട്ടിനകത്ത് ഈ ഗാർഡൻ കഴിഞ്ഞ് വേണം അകത്തോട്ട് കയറാൻ. നമ്മൾ അവിടെ നിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതിന് കുറച്ചുകൂടെ ദൂരം വരും. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് കറങ്ങാണ്. ഇതിൽ 2 ദിവസത്തേക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതാണ് അതിഭയങ്കരം എന്ന് പറഞ്ഞാൽ, അത് എൻ്റെ അടുത്ത് ഇതിപ്പോൾ പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ, എടുത്ത് പറഞ്ഞ് മറ്റേ അത്ഭുതങ്ങളൊന്നും പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. അല്ല, അതൊരു അത്ഭുതകരമായ സംഭവമാണ്. അപ്പോൾ എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, രാജദൂത്. ഇപ്പോഴും സാധനമുണ്ട്, ഈ ലോകത്തില്ലാത്ത സാധനം എൻ്റെ കയ്യിലുള്ളത്, രാജദൂത്. ഈ രാജദൂത് നിയമ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടി നന്നാക്കാൻ കൊണ്ടുവരുമ്പം അവിടെ ഈ അമൃതാനന്ദമയിലൊരു പരിചയമുള്ള ഒരു കോൺട്രാക്ടർ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇവിടെ വന്നിരുന്നു. ഇവിടെ എന്താ, ഞാൻ വണ്ടി ഒന്നാക്കാൻ വന്നതാണ്, വീടൂർ വരാമെന്നും വീടൂർ പോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വീട് ഇടയ്ക്കോടുന്നത്, ഭാവിച്ചമ്പലത്തിൽ ഇടയ്ക്കോടുന്ന ഭാഗം. അദ്ദേഹത്തിൻ്റെ വീടിൽ അമൃതാനന്ദമയുടെ 10 അടി അകലത്തിൽ സിമെൻറ്റിലെ പ്രതിമ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇയാളുടെ റൂമിൽ. അപ്പോൾ ഇദ്ദേഹം ഒരു കാസറ്റ് തന്നു. അന്ന് കാസറ്റാണ്, CD അല്ല. ഈ കാസറ്റ് തന്നു, ഇത് അമ്മയുടെ ഇതാണ്. ഞാൻ കൊണ്ട് വീട്ടിയിട്ട് കേൾക്കുന്നത് ബാബയുടെ പാട്ടാണ്. മനസ്സിലാകും, എനിക്ക് അനുഭവങ്ങളാണ്, എൻ്റെ അനുഭവങ്ങളാണ്. ഞാനിത് വേറൊരു ഇൻ്റർവ്യൂവിൽ എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ബാബയുടെ പാട്ട് ഞാൻ കേട്ടത്, എനിക്ക് തന്ന ഇതാണല്ലോ, പക്ഷേ എൻ്റെ കണക്ഷൻ നോക്കണം. അപ്പോൾ നേരത്തെ എന്നെ അറിയുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഞാൻ അങ്ങനെയാണ് പറയാറ്, എൻ്റെ അനുഭവം എടുത്ത് അത് പറയാണ്. അപ്പോൾ ഈ പാട്ട് കേട്ടത് അമൃതാനന്ദമയുടെ പാട്ടാണല്ലോ എനിക്ക് തന്നെ. അതിനുശേഷം വേറെ പാട്ട് ഞാൻ പോയി വാങ്ങിച്ച അമ്മയുടെ പാട്ട്, പക്ഷേ ഈ കാസറ്റിലുള്ളത് സാധനമാണ്. പക്ഷേ 2 പാട്ട് കേട്ടപ്പോൾ ഞാൻ നിർത്തി, എനിക്കതിനോട് താല്പര്യമില്ല, അവയുടെ പാട്ടിനോട്. കാരണം അതിന് മുമ്പ് കേട്ടുള്ളതെല്ലാം മാജിക്കാണ്. അദ്ദേഹം ഭസ്മൊക്കെ മാജിക്കിൽ വരുത്തിയാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് നികൃഷ്ടമായ വാക്കുകൾ കഴിഞ്ഞിടത്ത് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല.
അത് വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ കാസറ്റ് മേടിച്ചു. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല 2-3 ദിവസം വീണ്ടും കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ കീർത്തനം ഇട്ട്, ഇന്നും ഞാൻ കീർത്തനം ഇടുന്നുണ്ട് അല്ലോ, ഈ പാട്ട് തന്നെ ഈ കാസറ്റ് ഇടുമ്പോഴത്തേക്ക് വെളിയിൽ ആരോ ഒന്ന് എന്നെ വിളിക്കുകയാണ്. 3 പ്രാവശ്യം ഫീമെയിൽ വോയിസാണ്, പെണ്ണിൻ്റെ ശബ്ദമാണ്. ആദ്യം ഒന്ന് വിളിച്ചു, ഞാൻ നേരെ ഇപ്പോൾ വൈഫ് അടുക്കളയിൽ നിൽക്കുകയാണ്, എനിക്ക് ജോലിക്ക് പോകണമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു. ഞാൻ ആരെ എന്നെ വിളിച്ചല്ലോ. അപ്പോൾ ഗേറ്റ് കഴിഞ്ഞ് ഇത്തിരി ദൂരം റോഡ് സൈഡാണല്ലോ നിങ്ങൾ. ഞാൻ പുറത്തിറങ്ങുന്നത് കാണില്ല. വീണ്ടും രണ്ടാമത്തെ വിളിച്ചു. ഞാൻ ഇറങ്ങി നോക്കി. ഞാൻ പറഞ്ഞു രാശി ആരെ എന്നെ വിളിച്ചു, വൈഫിൻ്റെ പേര് രാശി എന്ന്. ഒരു വിളി കേട്ടു. ഞാൻ പറഞ്ഞു വീട്ടിൽ ഞാനകത്ത് നോക്കി ആരുമില്ല. മൂന്നാമത്തെ വീണ്ടും വിളിക്കുകയാണ്. അതെ, കോമള എന്നുള്ള പേര് കേട്ടു. ഞാൻ ചുറ്റിനും ഇറങ്ങി, ഞങ്ങൾ രണ്ടുപേരും നോക്കുക, മതിലിനകത്ത് മൊത്തം നോക്കി, ഇല്ല. അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞാണ് ഈ കൺവീനർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വരവ്. അപ്പോൾ എന്നെ നേരത്തെ വിളിച്ചു കഴിഞ്ഞു അവിടെ എന്നേ ഞാൻ പറയുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എന്നെ വിളിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് എന്നെ ആവശ്യമുണ്ടായിരിക്കാം. അങ്ങനെ ഇദ്ദേഹം വന്നു. ഞാൻ നോക്കിയിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സിൽ ഒരാൾ നിന്ന് നമ്മൾ പൂന്തോട്ടത്ത് നിന്ന് കറങ്ങുന്നു. ഞാൻ വെച്ച് രാശി അത് ആരാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് വരെ അദ്ദേഹം അവിടെ നിന്ന് കറങ്ങിയിട്ട് നേരെ വന്നു. കോമളാണോ പേര്? ഞാൻ അതെ. ഞാൻ നരവമൂട് സത്യസായി ഓർഗനൈസേഷനിൽ നിന്ന് വന്നതാണ്. അത് എന്താ സാർ വിശേഷം? നിങ്ങൾ ഭജനയൊക്കെ പാടുമല്ലോ? ഞാൻ അതേ പാടുന്നുണ്ട്. എന്നാൽ നരവമൂട് സമിതിയിൽ ഒന്ന് സഹകരിക്കാമോ? ഞാൻ അവിടെ എന്താണ്? സത്യസായിയുടെയാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അതിലോട്ട് അങ്ങനെ വരണമെന്ന് സമയമൊന്നുമില്ല. ഞാനിങ്ങനെ കോവിൽ പോലും ഭജന പാടുന്നു, ഭക്തിഗാനസുഖം ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്നുള്ളൂ. അല്ല, എന്നാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനിങ്ങനെ വേണ്ടതിനൊക്കെ പറഞ്ഞിരിക്കുക, സ്വാമി മാജിക്കാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ശിക്ഷ തിരിച്ച് തരിക എന്ന് നോക്കിയുള്ള അനുഭവങ്ങൾ ഭയങ്കര സംഭവമാണ്. ഞാൻ നേരെ തിരിച്ച് എന്തായാലും ഞാൻ ആളെ അയക്കും. വ്യാഴാഴ്ച തോറും വൈകുന്നേരം 6:30 തുടങ്ങി 8 മണിക്ക് തീരും, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, പക്ഷേ എന്നെക്കൊണ്ട് പറ്റും, ആ രീതിയിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വരുമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ആളെ ഇവിടുന്ന് ബൈക്കിൽ വിടുന്നു. എന്നെ ബൈക്കിൽ വൈകുന്നേരം കയറ്റി കൊണ്ടുപോകുന്നു, സമിതി കൊണ്ടിരുത്തി. ഒരാഴ്ച ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് സമിതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു, സെൻറ്ററായിരുന്നു. എന്തായാലും കേട്ടുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഗണപതി പാട്ട് ടപ്പെന്ന് എനിക്ക് പാടണം തോന്നുകയാണ്. അതിലുള്ള ഗണപതി പാട്ട്, ആ ഭജൻ. അപ്പോൾ ഗണപതി പാട്ട് പാടിയാൽ അടിസ്ഥാനം അതാണല്ലോ, ബാക്കിയെല്ലാം വന്നോളൂ എന്നാണ്. അപ്പോൾ ഗണപതിയാണ് ആദ്യം പിടിച്ചത്. മറ്റുള്ള അനേക പാട്ടുകൾ ഞാൻ കേട്ടു, പക്ഷേ ഗണപതി പാട്ടാണ്. പക്ഷേ ഗണപതി പാട്ട് പാടിയാൽ മുൻനിരയിൽ ഇരിക്കാമെന്നാണ്. ഒരു ലീഡ് സിംഗറിൻ്റെ പവറാണ് അത്. ഗണപതി കഴിഞ്ഞിട്ടേ പിന്നെ ആർക്കും പിന്നെ പാടാൻ പറ്റുള്ളൂ, അതാണ് എൻ്റെ രീതി. അപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഞാൻ ഈ പാട്ടൊന്ന് പാടി നോക്കട്ടെ എന്ന് പറഞ്ഞു. പാടി നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് പാടി. നന്നായിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ഫ്രണ്ടിൽ ഇരുന്ന് പാടണം, നിങ്ങൾ ഞങ്ങളുടെ ലീഡ് സിംഗറായിട്ട് ഞാൻ എടുക്കുകയാണ്. അദ്ദേഹം ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. ഞാൻ അന്ന് മുതൽ അവിടുത്തെ ഭജൻ ലീഡ് സിംഗറായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഭജൻ കോർഡിനേറ്ററായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഹാർമോണിയം വെച്ചിരുന്നല്ലോ, ഇതെൻ്റെ സ്വാമിയുടെ ഒരു പ്രഷറാണ് ഞാൻ കൂടെ വായിക്കുന്നത്. ഇന്ന് സ്വാമിയുടെ ഭജൻസിന് എവിടെ പോയിരുന്നാലും തിരുവനന്തപുരത്തുള്ള ഏകദേശോളം സെൻട്രലിൽ ഭജൻ സെൻറ്ററിലും ഞാൻ ഈ ഹാർമോണിയം വായിച്ച് ഭഗവാന്റെ ഭജന പാടുന്നു, ഫോളോ ചെയ്യുന്നുണ്ട്. വള്ളംകോട് ഭഗവാന്റെ സമിതിയുണ്ട്, അവിടെ എന്താ കഴിഞ്ഞ ഞായറാഴ്ച വിളിച്ച് എനിക്ക് പോകാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പാറശാല അമ്പലങ്ങളിലൊക്കെ എല്ലാം അതിന് ശേഷം തുടങ്ങിയ ഒരു സംഭവം. അതാണ് 95-ലാണ് സ്വാമിയിലെത്തുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ പാടിക്കൊണ്ടി വന്നതിന് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അവിടെയുള്ളൊരു നേമത്തുള്ളൊരു സമിതിക്ക് പറഞ്ഞു, കോമള നമുക്ക് പുട്ടപ്പുറത്തേക്ക് പോകണം. എന്തേ പുട്ടപ്പുറത്തിയിൽ? പുട്ടപ്പുറത്തിൽ പോയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭാവയെ നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് എന്നെ നേരെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ പോയ നരവമൂട് സമിതിയിലുള്ള അദ്ദേഹം തരാമെന്നോട്ട് എന്നെ കൊണ്ടുപോയില്ല. പക്ഷേ നേമത്ത് എന്നെ വിളിച്ച് ഞങ്ങൾക്ക് 4 പേർക്ക്, എൻ്റെ 2 മക്കൾക്കും എൻ്റെ വൈഫിനും നേരെ ടിക്കറ്റ് എടുത്തിട്ടാണ് പറയുന്നത്, നിങ്ങൾ 4 പേരുണ്ട് പറയണം. അപ്പോൾ ഞാൻ അവിടെ വെച്ച് പറയണം, ഒരു ഭജൻ നേമത്ത് വെച്ച് ഒരു വീട്ടിൽ ഭജനം, എനിക്കൊരു പ്രോഗ്രാം ചെയ്യാൻ അവസരം കിട്ടുമോ ചേട്ടാ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കും. അത് ഫിഷറീസിലെ ഒരു ഓഫീസറായിരുന്നു. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേ ഉള്ള, ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ചെന്ന് കയറുന്നപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാമോ? ശരി ക്ഷമിക്കണം, വിട്ടേക്കണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് നമ്മൾ പോവാം. അപ്പോൾ ഞാൻ നേരല്ലേ 89 കാവാലം സാറിൻ്റെ പോയിട്ടുള്ള ഞാനാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നിറങ്ങുമ്പോൾ കാവാലം സാറിൻ്റെ ടീം ഒരു 3-4 പേര് 30 കുട്ടികളെയും കൊണ്ട് അവിടെ വരികയാണ്. അപ്പോൾ ബാംഗ്ലൂർ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞ ആളും ഭാര്യയും എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ കൺവീനറാണ് ക്ഷമതിയിൽ കേട്ടോണ്ടിരിക്കും. എനിക്ക് കോമള മേക്കപ്പ് ഞാൻ വന്നിട്ടില്ല, ഞങ്ങൾ കോമളിന് കൂടാൻ മുതൽ ഞാൻ അപ്പോൾ പിന്നെന്താ കൂടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രാം ഞാൻ അവിടെ വെച്ച് പറഞ്ഞ് ഇദ്ദേഹം നികൃഷ്ടമായിട്ട് കണ്ടു എനിക്ക് അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ആ പ്രോഗ്രാം അന്ന് 30 പിള്ളേർക്ക് മേക്കപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് ശങ്കരാചാര്യ നടത്തിന് 60 പിള്ളേർക്ക് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് അവസരം തന്നു. എനിക്ക് സ്വാമി നേരിട്ട് കണ്ടു. 10 അടി അകലത്തിലുള്ള 2 ശിവൻ്റെ ഫോട്ടോ എനിക്ക് വരച്ച് കൊടുക്കേണ്ട ആർട്ടിസ്റ്റ് വന്നില്ല, ഞാൻ മേക്കപ്പിനാണ് പോയത്.
രാത്രി 12 മണിക്കിരുന്ന് ഡയറക്ഷൻ്റെ ഇഷ്ടാനുസരണം പ്രകാരം അദ്ദേഹത്തിനെ വേദനിപ്പിക്കേണ്ട അതിന് ക്യാൻവാസ് എല്ലാം ആക്കി ഞാൻ വരച്ചിടാന്ന് പറഞ്ഞ് 10 അടി ഹൈറ്റിൽ സ്വാമി അന്ന് വീൽ ചെയറിൽ വരികയാണ്. ഈ ശീങ്കണ്ണി ശങ്കരാചാര്യ പിടിക്കുന്നതും നിലവിളിക്കുന്ന സമയത്ത് ഈ ശീങ്കണ്ണി ഇങ്ങ് അപ്രത്യക്ഷമാകുന്നതും ശിവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അതാണ് ഈ കട്ടൻ, ഈ ശിവൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുട്ടപ്പുറത്ത് ഞാൻ ആഗ്രഹിച്ചതല്ല, എനിക്ക് അവിടെ നിന്ന് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നും പിന്നെ ജോലി കാര്യങ്ങൾ അതിൽ ഒരുപാടാണ്. ഈ വേണ്ടെന്ന് വെച്ചാൽ ജോലിയൊക്കെ എന്നെ തിരിച്ചു വിളിക്കുകയും അങ്ങനെ ഒരുപാട്. ജോലി തന്നെ വേണമെന്ന് പറയുന്നത് തന്നെ അവിടെ വെച്ച് തന്നെയാണ്. ജോലി ഇല്ലാത്ത സമയത്ത് അവിടെ വെച്ച് തന്നെ പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാം സ്വാമി, ഒരു ലെറ്റർ കൊടുക്കാനാണ് പറയുന്നത്. ആ ലെറ്റർ കൊടുക്കും, നാട്ടിൽ വരുമ്പോൾ ജോലിയായി, കമ്പനിയിൽ ജോലി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അതിൽ നിന്നുള്ള അനുഭവങ്ങൾ എനിക്ക് അങ്ങനെ ഭക്തനായി എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ട്രൂപ്പ് ഓപ്പൺ ചെയ്തു, സ്വന്തമായിട്ട് ഭജൻ ട്രൂപ്പ് ഓപ്പൺ ചെയ്തു. അങ്ങനെ പിന്നെ കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളെല്ലാം അങ്ങനെ ഒരു ഭക്തൻ ആയി മാറിയെന്നേ ഉള്ളൂ. ഇന്ന് അതിനേക്കാളും കൂടുതൽ നിൽക്കുകയാണ്. എല്ലാ ദൈവങ്ങളെയും ഞാൻ വിശ്വസിക്കണം. അതുപോലെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ പോയെന്ന് പറയില്ലേ, ഇവിടെ ഹരിദ്വാർ, അതെല്ലാം അതിൻ്റെ തുടക്കം തന്നെയാണ്. എനിക്കല്ലാതെ പറയാൻ പറ്റില്ല. തുടക്കം അതുപോലെ ഗംഗാ സ്നാനം ഒരു 3 തവണ അവിടെ പോയി. അങ്ങനെ പലർക്കും വേണ്ടി അവിടെ ഞാൻ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി മാത്രമല്ല, ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളതാണ്. എളുപ്പിന് 4 മണിക്ക് കഴിച്ച് കുളിച്ച് പാലും ഉമ്മത്തങ്കായും കൂളത്തരയും കൊണ്ടുവന്ന് ശിവനെ നമുക്ക് അർപ്പിക്കാം. അവിടെയൊക്കെ പോയി അങ്ങനെയാണല്ലോ, നമുക്ക് സ്വന്തമായിട്ട് അർപ്പിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷവും ഭക്തി മാർഗത്തിൽ തന്നെ എനിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ഭക്തി മാർഗത്തിൽ ഞാൻ തന്നെ അങ്ങ് മാറി എന്നുള്ളതാണ്. എൻ്റെ കലാരംഗം തന്നെ വളരെ വിജയപ്രദമായ ഒരു അവസ്ഥയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരെ ഞാൻ പറയും പോലെ തന്നെത്താനറിഞ്ഞാൽ തന്നിൽ അറിയാത്തതും താനേ വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ എന്നെ അറിയാൻ ഞാൻ തന്നെ പരിശ്രമിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതാണ് എനിക്ക് അന്ന് കിട്ടിയ അറിവാണ്. തന്നെത്താനറിഞ്ഞാൽ തന്നിൽ അറിവില്ലാത്തതും താനേ വന്നു ചേരും. അപ്പോൾ എന്നെ തന്നെ അറിയണം ഞാൻ അല്ലേ. എന്നെ അറിയാൻ ശ്രമിച്ചതാണ് ഞാൻ ഇന്ന് വരെയും. നിങ്ങളുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നതും അത് തന്നെയാണ് സത്യം. എന്നെ അറിഞ്ഞതിൻ്റെ ആ കാര്യങ്ങളും ഞാൻ എന്താണ് അല്ലേ. മുമ്പ് നമ്മൾ ഒരുപാട് വേദങ്ങളൊന്നും ചൊല്ലിയിട്ട് കാര്യമില്ല. അതായത് അധരവ്യായാമം കൊണ്ട് മാത്രമായിട്ടില്ല എന്ന് പറയാറുണ്ട്. എന്താ അധരവ്യായാമം എന്ന് ഉദ്ദേശിക്കുന്നത്? രാമായണവും മഹാഭാരതവും നാരായണിയൊക്കെ വെളുക്കുന്നേരം വായിക്കും, പക്ഷെ പ്രവൃത്തി വേറെയാണ്. പക്ഷെ അതിൽ കാര്യമില്ല. അധരവ്യായാമം കൊണ്ട് മാത്രമായില്ല, ആന്തരിക പരിവർത്തനം നടത്തണം. ആന്തരിക പരിവർത്തനം ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഉദരജ്ഞാനം ഉണ്ടാവൂ. ഉദരജ്ഞാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗർഭപാത്രത്തിൻ്റെ ഉടമ ആരെന്ന് തിരിച്ചറിയൂ എന്നാണ് പറയുന്നത്. ആ ഗർഭപാത്രത്തിൻ്റെ ഉടമ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞാൻ ആരായിരിക്കണം, ഞാൻ എന്തിനു വന്നു, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങോട്ട് പോകണം. ആർക്ക് വേണ്ടിയാ? അമ്മയ്ക്ക് വേണ്ടി. ഉദരത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഉടമ ആരെന്ന് തിരിഞ്ഞു നോക്കണം. അവരെ അറിയാതെ പോകുമ്പോഴാണ് തലതിരിഞ്ഞു പോണത്. ഞാൻ അവരെ അറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എൻ്റെ അമ്മയുടെ നാമജപത്തിൽ നിന്നും കിട്ടിയ ഭക്തിയാണ് ഞാൻ ഇന്നിവിടെ എത്തിയത്. ആ ഉദരജ്ഞാനം ഞാൻ അറിഞ്ഞു. അപ്പോൾ അമ്മയ്ക്കൊപ്പം ഉള്ള അമ്മയുടെ മകൻ ആരാകണം? ഭക്തനാകണം അല്ലേ. ഭക്തനായി. അങ്ങേക്ക് ഓർമ്മയിൽ നിൽക്കുന്ന സായി ഭജൻ എന്തെങ്കിലും ഒന്ന് പാടാം? സായി ഭജൻ ഒരുപാടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2024 ശേഷം സമിതി പോകുന്നില്ല, നാടകമൊക്കെ ആയതുകൊണ്ട് പോകുന്നില്ല. എങ്കിലും പാടിയതിൻ്റെ ഓർമ്മയിലുണ്ട്. ഒരുപാട് പാട്ടുണ്ട്, ഒത്തിരി പാട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ ഒന്നും പാടിയിട്ടുണ്ടല്ലോ, ഭജൻ സുരൂപുണ്ട്. അവരുടെ ടീമായിട്ട് നിൽക്കുമ്പം എനിക്ക് ഒരുപാട് അങ്ങ് വന്നോളും. പക്ഷേ ഇപ്പോഴതിൽ നിന്ന് മാറുന്നാലും മറക്കണമെന്നില്ല. 1-2 പാട്ടുണ്ട്, നോക്കാം, കുറച്ച് നോക്കാം. ശബ്ദം വളരെ പ്രശ്നമാണ് എനിക്ക്, അതൊരു ഉൾഭയമുണ്ട്. കാരണം അതിൻ്റെ അതേ ശരിക്കുള്ള ക്ലാരിറ്റി കിട്ടാനുള്ള ആ ഒരു വോയിസ് കിട്ടാതെ പോയപ്പം പാട്ടിനെ കൊല്ലുകയല്ലേ എന്നൊരു തോന്നൽ എനിക്ക് വരുന്നുണ്ട്. എങ്കിലും ഞാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു പാട്ട് പാടാം, ദേവിയുടെ ഒരു പാട്ട് പാടാം. സാറിന് മൈക്കിൽ പാടുമ്പോൾ അതിന് കളക്ട് ഇത് കിട്ടുമായിരുന്നു, അതില്ലാത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് ഉച്ച കിട്ടുക തന്നെ. ജയമാം ജയമാം ദയാ കരോ സായി മാം. ജയമാം ജയമാം ദയാ കരോ സായി മാം. मुझे कृपा करो साई मां. मुक्ति प्रदायिनी प्रेम प्रदायिनी शांति प्रदायिनी मां. मुक्ति प्रदायिनी प्रेम प्रदायिनी शांति प्रदायिनी मां. जननी मां जननी
ജഗജ്ജനനീ സായി മാം ജനനീ മാം ജനനീ ജഗജ്ജനനീ സായി മാം दया करो साई मां मुझे कृपा करो साई मां जय मां दया करो साई मां कृपा करो साई मां जय मां दया करो साई मां देवी साई मां देवी सरस्वती मां देवी साई मां देवी सरस्वती मां देवी साई मां दुर्गा भवानी मां काली कपालिनी मां दुर्गा भवानी मां काली कपालिनी मां जननी मां जननी जगज्जननी साई मां दया करो साई मां कृपा करो साई मां ഇത്രയും നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു സത്സംഗത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓരോ സാധകരും മനസ്സിലാക്കേണ്ടതാണ്. കോമളൻജിയുടെ ഒരു ജീവിത യാത്ര എന്ന് പറയുന്നത് ഒരു പുഴ ഒഴുകുന്നത് പോലെ തന്നെയായിരുന്നു. പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തന്നെ അറിയില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഈശ്വര നിശ്ചയം പോലെ ആ ഈശ്വരൻ ഇദ്ദേഹത്തെ ഓരോ സ്ഥലങ്ങളിലെത്തിച്ച് ആ കഴിവുകളെ ഉണർത്തിയെടുത്തു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അത് ആകസ്മികമാണ്, അതൊരു സ്പോണ്ടേനിയസ് ഫ്ലോ തന്നെയായിരുന്നു. അദ്ദേഹം വിചാരിച്ചതല്ല, ഒരിക്കലും വിചാരിച്ചതല്ല അദ്ദേഹത്തിന് ഇതിൽ ഇങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നും ഈ നിലയിൽ എത്തിച്ചേരുമെന്നും. അദ്ദേഹം ഇപ്പോൾ ഏത് നിലയിലാണ് ലോകത്തിൽ അറിയപ്പെടുന്നത് ആ നിലയിലെത്തുന്ന അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷയല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണ സമർപ്പണം തന്നെയാണ്, കോമളൻജിയുടെ ആ സമർപ്പണമാണ് അദ്ദേഹത്തെ ഈ നിലയിൽ എത്തിച്ചത് എന്ന് തന്നെ പറയാം. കാരണം ഗുരുവിനോടുള്ള, തൻ്റെ ഗുരു ആരായിരുന്നാലും അദ്ദേഹത്തിനോടുള്ള ഓരോ സ്ഥലങ്ങളെത്തിച്ചപ്പോൾ ഓരോ ഗുരുക്കന്മാരാണ് അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തി ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകിയത്. അവരോട് കാണിച്ച ആ ഒരു സമർപ്പണം അദ്ദേഹത്തിൻ്റെ പേര് ഉയർത്തുന്നതോടൊപ്പം തന്നെ ആ ഗുരുവിൻ്റെ പേരും കൂടിയാണ് ലോകത്തിൽ അറിയപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബ്രൗഷറിൽ കാവാലൻ നാരായണ പണിക്കരുടെ ശിഷ്യൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് വരുമ്പോൾ ആ ഗുരുവിൻ്റെ പേര് തന്നെയാണ് അവിടെയും തെളിഞ്ഞു നിൽക്കുന്നതും മുന്നിട്ട് നിൽക്കുന്നതും. ആ ഒരു നന്ദി അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം അദ്ദേഹം ഇന്നും ഈ നിമിഷവും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. നമ്മളോട് ഇത്രയും നേരം ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് അങ്ങയുടെ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേക്ക് നമ്മൾ സാധകരോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളതെന്ന് പറയാം? എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, അമ്മയുടെ കുഞ്ഞു ഗർഭപാത്രത്തിൽ നിന്നും ഭൂമാദേവിയായ വലിയ ഗർഭപാത്രത്തിൽ നമ്മൾ കാലൂന്നുമ്പോൾ ഞാൻ നാളെ ഒരു വലിയൊരു കലാകാരനാകുമെന്നോ സാമ്പത്തികമുള്ളവനാകുമെന്നോ ലോകം അറിയപ്പെടുന്നവനാകുന്നുള്ള ധാരണയിലല്ല. നമ്മളാ പാത, അതായത് ഈ ഈ പ്രകൃതി മാതാവിനെ നമ്മൾ വന്ദിക്കുകയും ആ ഗുരുത്വവും വിനയവും എല്ലാവരോടും നല്ലൊരു വിനയവും നല്ല സമീപനവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ഉള്ളിലുള്ള കലയായിരുന്നാൽ ശരി, ഏത് നല്ലതായിരുന്നു നല്ല വികസിപ്പിക്കുകയും അല്ലെങ്കിൽ ആ സന്ദർഭങ്ങളിൽ അത് പുറത്തു വന്ന് നമ്മളെല്ലാവരും മുമ്പിൽ നമുക്കത്
പ്രയോഗിക്കുമ്പോഴാണ് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോണ്ടും അല്ലെങ്കിൽ അവർ തരുന്ന ഒരു പ്രാർത്ഥനയും ഇതെല്ലാം കൂടെ അടുത്ത മേഖല നമ്മൾ ഒന്നിൽ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇപ്പം നാളെ ഇതുകൊണ്ട് തീരും എന്ന് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഒരു കലാകാരനായിട്ട് നാളെ ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം, അല്ല ഞാൻ അടുത്ത് പോകും, വേറെ എനിക്ക് മേലെ. അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ശില്പിയാണോ? അല്ല. എൻ്റെ കാവാല സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോമളിനെ ഏതിലാണ് ഉൾപ്പെടുത്തുക എന്നാണ് ചോദിക്കുന്നത്. നടനായിട്ട് കയറി എൻ്റെ നടനാണെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പം കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ സാറിൻ്റെ അടുത്ത് ഇലക്ട്രിക് വർക്ക് എനിക്കൊന്നുമില്ല കേട്ടോ. എൻ്റെ സോപാനത്തിലെ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും അറിയാം, ഞാൻ ഒന്നും മാറ്റി വെക്കുന്നില്ല. ഏത് സമയം ഫുൾ എൻഗേജ്ഡാണ്. എനിക്ക് വേറൊന്നുമില്ല. എനിക്ക് എന്തും ചെയ്യുക, എന്തും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്താൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നാണ്. ഒന്നും ചെയ്യായിരുന്ന ഒന്നും കിട്ടത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടൂ. ആ ഒരു തീരുമാനത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് ഓരോ പാതി. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ദുരിതങ്ങളും വരും. ഇപ്പോൾ കാവാല സാർ പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഒരു അവാർഡിൻ്റെ മുമ്പിലും പോകരുത്. നിങ്ങൾ മറ്റാളിൽ ഒന്നും പ്രതീക്ഷിക്കും, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പെർഫെക്റ്റ് ആകുക, സത്യസന്ധമാവുക, വളരെ ക്ലാരിറ്റിയോടെ ചെയ്യുക. ആ തൊഴിൽ ഏത് മേഖല ആയാലും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കുഞ്ഞുനാളിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു ഗർഭപാത്രത്തിൽ അമ്മയുടെ ഉടമ്പിൽ നിന്ന് വന്നിട്ട് വലിയൊരു ഗർഭപാത്രത്തിൽ നമ്മൾ കാല് വയ്ക്കുകയാണ് ഭൂമാദേവിയിൽ. അവരവിടെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെ വഴി നേരെയാകണം, നമ്മളെ വാക്ക് നേരെയാകണം, നമ്മുടെ പ്രവൃത്തി നേരെയാകണം, എല്ലാവരോടും നല്ല രീതിയിൽ സമീപനം വേണം. ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ജ്ഞാനങ്ങളും എല്ലാ അറിവുകളും എല്ലാ ബോധവും നമ്മൾ ഉണർന്ന് നമ്മൾ ആ വലിയ വലിയ പാതകളിൽ ഉയർന്ന് ചെല്ലാൻ പറ്റും. വലിയ വലിയ ആചാര്യന്മാരുടെ മുമ്പിൽ കയറാൻ പറ്റും. അവരുടെ അനുഗ്രഹം നമുക്ക് കേൾക്കാൻ പറ്റും, അനുഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വലിയവനായിട്ട് മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. നമുക്കൊന്നും വിധി പറയാൻ പറ്റില്ല ഞാൻ നാളെ ആരാകുമെന്ന്. ആ ഒരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമാവുക, നമ്മൾ പറയുന്ന വാക്ക് സ്നേഹമാകുക. ചെറുതെങ്കിലും അൻപെഴുന്നൊരു വാക്ക് ഒരുവനുള്ളിൽ ആനന്ദമേകിടുമെന്നാണ്. ചെറുപുഞ്ചിരിതൻ മാനവനാത്മാവിൽ പരമാനന്ദമേകിടും. ഇത് രണ്ടും ഒരു മനുഷ്യന് ദൈവം തന്നിട്ടുള്ളതാണ്. ഇതെന്തിനാണ് പ്രയോഗിക്കാതെ മാറ്റി നിർത്തുന്നത്? എന്തിനാണ് വാക്കുകൾ ചുരുക്കുന്നത്? അപ്പം ഈ വാക്കുകൾ പോലും നമ്മളുണ്ട്. നമ്മൾ ആധ്യാത്മ്യത്തിൻ്റെയും നമ്മൾ സത്യസന്ധമായതിൻ്റെയും നമ്മൾ നേരായ മാർഗത്തിൽ ജീവിതമാണ് നമ്മൾ ആ ഒരു പാതയിൽ എത്തിക്കുന്നത്. ആ ഒരു ചിന്തയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ വിജയിച്ച് തന്നെ കയറും. അപ്പോൾ ആ ഒരു ഇതിലോട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടെ എന്തായാലും എനിക്കിവിടെ വന്നതിൽ ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ടായി. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുത്ത് എന്നെ പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അത് നിങ്ങളോട് അങ്ങറ്റം ഞാൻ പാദനമസ്കാരം ചെയ്യുകയാണ്. അത് അത്രയും മാത്രം നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചകഞ്ഞെടുത്ത് പുറത്ത് കൊണ്ടുവന്നു. അതിൻ്റെ കുറേ അറിവുകളും അനുഭവങ്ങളും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ആനന്ദമാണ്. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഏത് അവസ്ഥയിലും നമ്മൾ ശാന്തമായിട്ടും നല്ല രീതിയിലും മനസ്സിന് സന്തോഷത്തോട്ടും നല്ല വാക്കും നല്ല പ്രവൃത്തിയും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ടും സമീപിക്കാനും സന്തോഷിക്കാനും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും സാധിക്കും. അത് ദൈവാനുഗ്രഹത്താൽ നടന്നത്. അതിന് ഉദാഹരണം എൻ്റെ ഗുരു എനിക്ക് തന്നിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. പ്രിയവാക്യപ്രധാനേന സർവേ തുഷ്യന്തി ജന്തവഃ തസ്മാത് തദേവ വക്തവ്യം വചനേക ദരിദ്രത. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ പ്രിയപ്പെട്ട വാക്കുകൾ കൊണ്ട് ഏത് മൃഗത്തിനായിരുന്നാലും മനുഷ്യനായിരുന്നാലും സാന്ത്വനവും സന്തോഷവും ആരോഗ്യം കിട്ടുമെങ്കിൽ പിന്നെന്തിനാണ് വാക്കുകൾക്ക് ദാരിദ്ര്യം കാണിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും വാക്കിന് പരിശുദ്ധത വേണം, പ്രവൃത്തിക്ക് സത്യസന്ധത വേണം. നമ്മുടെ എല്ലാ നല്ല സമീപനങ്ങൾക്കും നല്ലതായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വിജയം ഉണ്ടാവും. അത് കാരണം എനിക്കിത് പറയാൻ കഴിയുന്ന ഈ ഇടം നമ്മുടെ മീറ്റ് ടു മീ എന്നുള്ള ആ ഒരു ഇടത്തിരുന്നു കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് വളരെ അനുഗ്രഹമാണ്, വളരെ ഊർജ്ജമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സംസാരിക്കാൻ ഒരു അവസരം എന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും എൻ്റെ ഉള്ളിലുള്ള ഓരോ കലാ അനുഭവങ്ങളും എനിക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. അതിനെപ്പറ്റി ഞാൻ ആനന്ദിക്കുന്നുണ്ട്. കാരണം പറയാനുള്ളൊരു അവസരം എനിക്ക് അദ്ദേഹം തന്നു. അതെനിക്ക് വളരെ രീതിയിൽ എനിക്ക് പറഞ്ഞ് സന്തോഷിക്കാനും എൻ്റെ കാവാല സാറിൻ്റെ അതിൽ നിന്നുള്ള അനുഭവങ്ങളും ഒക്കെ എനിക്ക് വെളിപ്പെടുത്താൻ സാധിച്ചത് വളരെ വളരെ നന്ദി. എനിക്ക് വളരെ സന്തോഷം, നന്ദി പറയുകയാണ്.